പ്രണയസാഫല്യം അവസാന ഭാഗം. രചന സുരഭി മനോജ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സിയം നൂഞ്ഞേരി. ഇതേ സമയം ടെറസിന്റെ മുകളിൽ നിന്ന് ഗായത്രി വായി നോക്കിയാണ് നന്ദു. കൂട്ടിന് നവമിയുമുണ്ട്. നന്ദുവിന്റെ വീടിന്റെ ടെറസിൽ നിന്ന് നോക്കിയാൽ ഗായത്രിയുടെ മുറി നന്നായി കാണാം. അവർ നോക്കുമ്പോൾ ഗായത്രി പഠിക്കുകയായിരുന്നു. കൊള്ളാം കേട്ടോ നിന്റെ കായ്. ചെറുചിരിയോടെ ഗായത്രി നോക്കിക്കൊണ്ട് നവമി പറഞ്ഞു. കൊള്ളാമെന്നുള്ളതുകൊണ്ടല്ലേ അതിനെ ഞാനിങ്ങനെ വിടാതെ പിന്തുടരുന്നു. പക്ഷെ വായ്നോട്ടം മാത്രമേ നടക്കുന്നുള്ളൂ. ഇന്നേ വരെ അനുകൂലമായിട്ടുള്ളൊരു നോട്ടം പോലും തന്നിട്ടില്ല പെണ്ണ്. ഗായത്രി ഒന്നുകൂടി എത്തി നോക്കിക്കൊണ്ട് നന്ദു പറഞ്ഞു. എൻ്റെ മാവ് പൂത്ത പോലെ നിന്റെ മാവ് പൂക്കുവിടാ. മസിൽ പിടിച്ചാണെന്ന് നിന്റെ ചേട്ടനെ വരെ ഞാൻ വളച്ചു പിടിച്ചു. അപ്പൊ പിന്നെ മോൻ ധൈര്യമായിട്ടിരിക്കും, നിന്റെ കാര്യം ഓക്കെ ആവും. അവനെ സമാധാനിപ്പിക്കാനായി നവമി പറഞ്ഞു. പെട്ടെന്നൊന്നും നീ അങ്ങേർക്ക് പിടികൊടുക്കരുത് നവി. അങ്ങേര് കുറെ കാലം നിന്നെ സങ്കടപ്പെടുത്തിയില്ലേ? അപ്പൊ അങ്ങേര് ഇനി കിടന്ന് കുറച്ച് മോങ്ങട്ടെ. അത് വേണോടാ. കാര്യം എന്തൊക്കെ പറഞ്ഞാലും ആ ചേട്ടൻ വിഷമിക്കുന്ന എനിക്ക് സഹിക്കില്ലടാ. നിരാശയോടെ നവമി പറഞ്ഞു. നീ ചാടി കയറി പണ്ടത്തെ പോലെ അങ്ങേരുടെ പുറകെ ഒലിപ്പിച്ചുകൊണ്ട് കിടന്നാ അങ്ങേർക്ക് വീണ്ടും പഴയ ബാധ കയറും. അത് വേണമെങ്കിൽ കുറച്ചു ദിവസം കൂടി ഇങ്ങനെ പോട്ടെ. നന്ദു ഗൗരവത്തോടെ പറഞ്ഞു. അജു, നീ വർക്ക്ഷോപ്പിലേക്ക് പോവാണെങ്കിൽ നവി കൂടി ആ ഓഫീസിലേക്ക് ഒന്ന് ആക്ക്. ജോലിക്ക് പോകാൻ ഇറങ്ങി അജുവിനെ നോക്കി ഗീത പറഞ്ഞു. അവരുടെ ചോദ്യം കേട്ട് അജുവിന്റെ മനസ്സിൽ ഒരായിരം ലഡുപൊട്ടിയെങ്കിലും അവനത് പ്രകടിപ്പിക്കാതെ ഗൗരവത്തോടെ തന്നെ നിന്നു. അജുവേട്ട എന്നെയും കൂടി ഒന്ന് ബൈക്കിൽ കൊണ്ടുപോകുമോ എന്ന് എത്രയോ തവണ ചോദിച്ചവളാ. അപ്പോഴേക്ക് തനിക്ക് അവളോട് ദേഷ്യമായിരുന്നു. കൂടെ കൊണ്ടുപോകാൻ പോയിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല. ആ താനിന്ന് അവിടെ കൂടെയുള്ള നിമിഷങ്ങൾ എത്രമാത്രം കൊതിക്കുന്നുണ്ട്. ഒരു നിമിഷം അവളോടൊപ്പമുള്ള സുന്ദരയാത്രയും സ്വപ്നം കണ്ട് അങ്ങനെ നിന്നുപോയി അജു. അജു, നീ എന്താണൊന്നും പറയാത്തേ? ഗീത ചോദിച്ചു. വരുന്നുണ്ട് കയറിക്കോ. അവളിന്ന് ഇടം കണ്ടാലും നോക്കിക്കൊണ്ട് അജു പറഞ്ഞു. ഏയ് വേണ്ടമ്മായി, ഞാൻ അജുവേട്ടനോടൊപ്പം പോകുന്നില്ല. നന്ദു എന്നെ ഡ്രോപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. അവന് നോക്കി താല്പര്യമില്ലാതെ നവമി പറഞ്ഞു. അതെന്താ, നന്ദു കൊണ്ടുപോയാലും നീ ജോലിക്ക് പോകത്തുള്ളൂന്നുണ്ടോ? ജാട കാണിക്കാമെന്ന് കയറുവേണേ. അജുവേട്ടൻ എന്തൊക്കെ പറഞ്ഞാൽ ഞാനില്ല. അമ്മയോട് ഞാൻ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ മാനേജർ അരുൺ സാറിനെ പറ്റി? സാറിന് പണ്ട് തന്നെ ഇഷ്ടമായിരുന്നു. അന്ന് ഞാൻ അജുവേട്ടനെ ഇഷ്ടപ്പെട്ടിരുന്നുകൊണ്ട് സാറ് തൻ്റെ ഇഷ്ടനോട് പറഞ്ഞിരുന്നില്ല. എന്നാൽ ഇപ്പം ഞാനും അജുവേട്ടനും തമ്മിലൊരു ബന്ധമില്ലെന്ന് അറിഞ്ഞപ്പോൾ സാറ് വീണ്ടും എന്നെ പ്രപ്പോസ് ചെയ്തു. വീട്ടിൽ വന്ന് അച്ഛനോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി വീണ്ടും അജുവേട്ടനെ ഇനി ഒരുമിച്ച് കണ്ട ചിലപ്പോൾ സാറിന് വിഷമാവും. അതുകൊണ്ട് അജുവേട്ടൻ പോയിക്കോ. അജുവിനൊന്ന് വട്ടം ചുറ്റിക്കാനായിട്ട് നവമി പറഞ്ഞു. അവിടെ ആ മറുപടി കേട്ട് അജുവിന്റെ മുഖം വാടി. അപ്പോഴാണ് നന്ദു റെഡിയായി അങ്ങോട്ട് വന്ന്. നന്ദു പോവാ. അവന്റെ ബൈക്കിൽ കയറിയെന്നോട് നവമി ചോദിച്ചു. പോവാ ഏട്ടാ, ഞാൻ നവിയാക്കിയിട്ട് വരാം. അത്രയും പറഞ്ഞ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവളുമായി മുന്നോട്ട് പോയി. നവമി തന്നിൽ നിന്ന് ഏറെ അകന്നു പോയെന്ന് മനസ്സിലായ അജുവിന് വല്ലാതെ സങ്കടം വരുന്നുണ്ടായിരുന്നു. ജോലിക്ക് പോവാതെ അവിടെ തന്നെ നിൽക്കുന്ന അജുവിനെ ഗീത സംശയത്തോടെ. നീ എന്താ അജു പോകുന്നില്ലേ? അമ്മ, നന്ദുവിനെ വിളിച്ച് പറഞ്ഞേക്കാൻ കൂടി ചെല്ലാൻ. ഒത്തിരി വണ്ടികളുടെ പണിയെടുപ്പുണ്ട് ചെയ്യാൻ. എനിക്കെന്തൊരു വല്ലായ്മ പോലെ. ഞാനിന്ന് പോകുന്നില്ല. അത്രയും പറഞ്ഞ് തന്റെ മുറിയിലേക്ക് പോകുന്നവനെ ഗീതയൊന്ന് സൂക്ഷിച്ചു നോക്കി. ഇതുവരെ ഇല്ലാത്ത പല മാറ്റങ്ങളും അജുവിൽ കണ്ടു തുടങ്ങി അവർ മനസ്സറിഞ്ഞൊന്ന് ചിരിച്ചു. നന്ദു, അജുവിന് വിഷമായി കാണൂടാ? കുറച്ചു മുന്നേയുള്ള അജുവിന്റെ മുഖമോർത്തുകൊണ്ട് നവമി ഒരു വല്ലായ്മയോട് നന്ദുവിനോട് ചോദിച്ചു. കണ്ണുള്ളപ്പോ കണ്ണിന്റെ വിലറിയില്ലെന്ന് പറയുന്നത് എത്രയും ശരിയാ നവി. ഇത്രയും നാൾ ഏട്ടന് നിന്റെ വില മനസ്സിലായില്ല. നീ മറ്റൊരാളുടേതാവാൻ പോകുന്നതെന്ന് അറിഞ്ഞപ്പോഴുള്ള അങ്ങേട്ട മുഖത്ത് ആ ഭാവം അത് നീയും കണ്ടതല്ലേ? എനിക്ക് ഉറപ്പുണ്ട് നവി, ഏട്ടനിപ്പോ നിന്നെ ഒത്തിരി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഒരുപാട് നാളൊന്നും ഏട്ടന് നിന്നോടുള്ള പ്രണയം മറച്ചു വെക്കാനാവില്ല. തീർച്ചയായിട്ടും അങ്ങേരത് പറയുക തന്നെ ചെയ്യും. അതുവരെ നീ മണ്ടത്തിലൊന്നും കാണിക്കാണ്ടിരുന്നാ മതി. നന്ദു പറയുന്നതിലും കാര്യമുണ്ടെന്ന് മനസ്സിലാക്കിയ നവമി പിന്നെയൊന്നും മിണ്ടിയില്ല. നവമിയുടെ അവഗണന അജുവിന് സഹിക്കാവുന്നതിൽ അപ്പുറമായിരുന്നു. അവൾ എന്നെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിച്ചെങ്കിൽ എങ്ങനെ അവൾക്ക് ഇത്ര പെട്ടെന്ന് എന്നെ മറന്ന് മറ്റൊരാളെ സ്നേഹിക്കാൻ തോന്നി? ഇത്രയുള്ള അവൾക്ക് എന്നോടുള്ള പ്രണയം ഓർക്കുമ്പോൾ അജുവിന്റെ കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ടായിരുന്നു. അവളെയും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാനല്ലേ അമ്മാവനോട് അവളോട് മോശമായി പെരുമാറിയത്? പ്രേമമെന്നും വിവാഹമെന്നും പറഞ്ഞ് മേൽ തൻ്റെ അടുത്ത് വരുന്നത് താൻ തന്നെയല്ലേ അവളോട് പറഞ്ഞത്? അതെ, ഞാൻ തന്നെയാണ് അവളുടെ സ്നേഹം കണ്ടില്ലെന്ന് അടിച്ച് വേണ്ടെന്ന് വെച്ചത്. എല്ലാത്തിനും ഞാനാണ് കാരണക്കാരൻ. പക്ഷെ അവൾ മറ്റൊരാളുടേതാണെന്ന് ഓർക്കുമ്പോൾ നെഞ്ചു പൊട്ടുന്നു. അപ്പോൾ അവൾ അയാൾക്ക് സ്വന്തമായാൽ മരിച്ചു പോയില്ലേ താൻ? അമ്മാവനെ കണ്ട് മാപ്പ് പറഞ്ഞ് അവളെ എനിക്ക് തന്നെ തരാൻ പറയണം. പറ്റുന്നില്ല അവിടെ ഈ അകൽച്ച. ഒഴുകിയിറങ്ങുന്ന കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് അജു പറഞ്ഞു. അമ്മായി, പോയിട്ട് വരാം. അജു കേൾക്കാൻ പാകത്തിന് നവമി വിളിച്ചു പോയി. അവളുടെ ശബ്ദം കേട്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്ന അജു കാണുന്നത് ധാവണിയെടുത്ത് സുന്ദരിയായ നന്ദുവിനൊപ്പം നിൽക്കുന്ന നവമിയെയാണ്. ഒന്നും മനസ്സിലാവാതെ അജു രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട്. അവനെ ആ നോട്ടം കണ്ട് നവമി നന്ദുവിനോട് കുറച്ചുകൂടി ചേർന്ന് നിന്നു. നന്ദു പോവാ. അജുവിനെ കേൾപ്പിക്കാനായി നവമി കൊഞ്ചലോടെ നന്ദുവിനോട് ചോദിച്ചു. വാ. അവളുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു നന്ദു. അവിടെ നിൽക്ക്, എങ്ങോട്ട് രാവിലെ പൂതനയും കൊണ്ട്? നവമി ഒന്ന് ചൂടി നോക്കിക്കൊണ്ട് അജു നന്ദുവിനോട് ചോദിച്ചു. പൂതന തന്റെ കെട്ടിയോളാണോ? അവൻ നോക്കി പിറുപിറുത്തോട് നവമി പറഞ്ഞു. അതിനോട് തന്നെയാ അങ്ങേര് പറഞ്ഞ്.
നന്ദു അവൾ കേൾക്കാൻ പാത്തിന് പതിയെ പറഞ്ഞു. നവമി ദേഷ്യത്തോടെ അവൻ നോയി ചുണ്ടുകൂട്ടി. അത് ഇവൾക്ക് അമ്പലത്തിലൊന്ന് പോകണമെന്ന് പറഞ്ഞു ചേട്ടാ. അതാ നീ കുറച്ചു ദിവസം കൊണ്ട് ജോലിക്കാരാ കറങ്ങിയടപ്പണ് നന്ദു. മര്യാദയ്ക്ക് നീ വർക്ക്ഷോപ്പിൽ കയറിയിരിക്കണം. അറിയാലോ നിനക്കെന്നെ. നന്ദുവിനെ നോക്കി ദേഷ്യത്തോടെ അജു പറഞ്ഞു. ഇവളോടൊപ്പം അമ്പലത്തിൽ ഞാൻ പോയിക്കോളാം. എന്തോ എങ്ങനെ എന്ന് തൊട്ട് തുടങ്ങിയായിട്ടിന് ദൈവവിശ്വാസമൊക്കെ? ദൈവത്തെ ഇന്നേവരൊന്നും വിളിക്കുന്ന കേട്ടിട്ടില്ല. ആ നിങ്ങളാണ് അമ്പലത്തിൽ പോകുന്നത്? അജുവിനെ പരിസ്ഥിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു. അത് പിന്നെ എന്ത് പറയണമെന്നറിയാൻ നിന്ന് പരിങ്ങി അജു. എനിക്ക് പ്രാർത്ഥിക്കാനൊന്നുമല്ല, ഇവൾക്കൊരു കൂട്ടിന്. അതാ എങ്ങനെയെങ്കിലുമൊക്കെ പറഞ്ഞൊപ്പിച്ചു അവൻ. ഞാനിങ്ങ് വല്ല നിങ്ങളോടൊപ്പം. നവമി അവൻ നോക്കി കെറുവോടെ പറഞ്ഞു. അത് കേട്ട അജുവിനെ പെരുത്ത് കയറുന്നുണ്ടായിരുന്നു. എന്താണ് എൻ്റെ കൂടെ അമ്പലത്തിൽ വന്നാ? നിന്നെ ആരെങ്കിലും പിടിച്ച് വിഴുങ്ങോ? ദേപ്പേണ കുറെ ആയിട്ട് ഞാൻ സഹിക്കുന്നതിൻ്റെ ഈ ജാട. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വന്നില്ലെങ്കിൽ നിന്നെ പൊക്കിയെടുത്തുകൊണ്ടോ എനിക്കറിയാം. ഞാനൊന്ന് റെഡി ആയിട്ട് വരാം. ഞാൻ വരുന്നതിന് മുമ്പ് ഞാൻ 2 സ്ഥലം വിടാനാണെങ്കിൽ 2 വീണ്ടും പുറത്താ, പറഞ്ഞേക്കാം. അത്രയും പറഞ്ഞ് ചവിട്ടിത്തുള്ളി അജു അകത്തേക്ക് പോയി. എടി ഇങ്ങേർക്ക് പ്രേമം കൂടി കൂടി പ്രേമോഫോബിയ ആവുന്ന തോന്നുന്നു. അവൻ പോയ വഴിയെ നോക്കിക്കൊണ്ട് നന്ദു പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ അജു റെഡിയായി ഇറങ്ങി. കറുത്ത കരയുള്ള മുണ്ടും അതേ കളറിൽ ഷർട്ടും ഇട്ട് വരുന്നവനെ ഒരു നിമിഷം കണ്ണു ചിമ്മാ നോക്കിന്ന് പോയി നവമി. അവനോടൊപ്പം പോകുന്നതിന്റെ സന്തോഷം പ്രകടിപ്പിക്കാതെ പരിഭം നടിച്ചു നിന്നു അവൾ. അവളുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടക്കുന്ന അജുവിന്റെ കയ്യിൽ നിന്നും തന്റെ കൈകൾ പിൻവലിക്കാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവന്റെ കൈകൾ ഒന്നുകൂടി അവളുടെ കൈകളിൽ മുറുകി. പിന്നെ ഒന്നും ചെയ്യാനാവാതെ അവൾ മുന്നോട്ട് നടന്നു. നിങ്ങൾ അമ്പലത്തിൽ കയറുന്നില്ലല്ലോ അല്ലേ? ഞാൻ പോയി എൻ്റെ അരുണേട്ടൻ്റെ പേരിൽ ഒരു അർച്ചന നടത്തിയിട്ട് വരാം. അമ്പലത്തിലേക്ക് കയറുന്നതിന് മുമ്പായി അവനിന്ന് പാളി നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. അവളുടെ ഒരു അരുണേട്ടൻ വാടിക്കോട്ട്. അത്രയും പറഞ്ഞവൻ അവളുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. ചേട്ടാ ഒരർച്ചന, പേര് അർജു, നാളെ വിട്ട. ആളെ പറയാൻ സമ്മതിക്കാതെ ചാടിക്കയറി അജു പറഞ്ഞു. ആളവനെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട്. അത് കാണാത്ത പോലെ അവൻ ചുറ്റും നോക്കി നിൽക്കുന്നുണ്ട്. താനെന്തിനാണോ തന്റെ പേര് നാളും പറയാൻ പോയത്? ആണോ? ആണെങ്കിൽ കണക്കായി പോയി. അവളവിടെ ഭാവി കിട്ടിയവന് വേണ്ടി അർച്ചന നടത്തിറങ്ങിയിരിക്കുന്നു. താൽക്കാലം നീ എന്റെ പേരിൽ നടത്തിയാൽ മതി കേട്ടല്ലോ. ആള് നോക്കി പുച്ഛിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഞാനെന്തിന് നിങ്ങളുടെ പേരിൽ അർച്ചന നടത്തണം? നിങ്ങൾ എന്റെ ആരാ? ആളും വിട്ടുകൊടുത്തില്ല. ഞാൻ ആരാണെന്ന് അറിയില്ലടി നിനക്ക്. ഞാൻ നിന്റെ എന്തേ ബാക്കി പറയുന്നില്ലേ? ആര് നോക്കി ചുണ്ടുറപ്പിച്ചിട്ട് അവൾ ചോദിച്ചു. ഞാൻ നിന്നെ മുറച്ചെറുക്കിനെ നടത്തിയിട്ട് മതി ബാക്കിയുള്ളവർക്ക് നടത്താൻ. മുറച്ചെറുക്കിന് മുറപ്പെണ്ണ അർച്ചന നടത്തുന്ന ആരാ പറഞ്ഞിട്ടുള്ളത്? അവനെ ഇരുത്തി നോക്കിക്കൊണ്ട് നവമി ചോദിച്ചു. എന്തു പറയണമെന്നറിയാതെ അജു ഇന്ന് പരിങ്ങി. നിന്നെ അച്ഛൻ പറഞ്ഞു. എന്തേ? ഇങ്ങോട്ട് വാ പെണ്ണേ. അവളുടെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് അജു മുന്നോട്ട് നടന്നു. ഓനെ അജു, തനിക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. തന്നെ കൊണ്ട് ഇന്ന് തന്നെ ഞാൻ എന്നെ ഇഷ്ടമാണെന്ന് പറയിപ്പിക്കും. നോയിക്കോടാ. മനസ്സിൽ എന്തൊക്കെയോ കണക്ക് കൂട്ടിക്കൊണ്ട് നവമി മുന്നോട്ട് നടന്നു. പെണ്ണും വേണ്ട പെടക്കോഴിയും വേണ്ടെന്ന് പറഞ്ഞ് നടന്ന എൻ്റെ ചേട്ടൻ എനിക്ക് വരെ പെണ്ണ് സെറ്റായി. അവനേക്കാൾ സൗന്ദര്യമുള്ള ഞാൻ ഇവിടെ ഇങ്ങനെ മൂത്ത് നരയിച്ചു നിൽക്കത്തേ ഉള്ളൂ. ആരോടുന്നില്ലാതെ തന്റെ വിഷമം പറയുന്നുണ്ട് നന്ദു. എല്ലായിടത്തും തൊഴുത് അമ്പലത്തിനടുത്തുള്ള ഒരു ആൽമരച്ചോട്ടിലിരിക്കുകയാണ് നവമി അജു. ധാവണിയിൽ അവൾ അതീവ സുന്ദരിയായിട്ടുണ്ടെന്ന് അജുവിന് തോന്നി. ഒരു നിമിഷം അവളെ അങ്ങനെ കണ്ണിച്ചിമാ നോക്കിയിരുന്നു പോയി അവൻ. പെട്ടെന്നാണ് അവളുടെ ധാവണി ഷോൾ നീങ്ങിക്കിടക്കുന്ന അജു കാണുന്നത്. അവളുടെ വെളുത്ത വയറവൻ നല്ല വ്യക്തമായി തന്നെ കണ്ടു. അതുകൊണ്ട് അറിയാതെ അവനൊന്ന് ഉമിനീരിറക്കിപ്പോയി. ഇടയ്ക്കിടയ്ക്ക് തന്നിലേക്ക് നീളുന്ന അവന്റെ കള്ളനോട്ടം നവമി ശ്രദ്ധിച്ചു. അപ്പോഴാണ് തന്റെ ധാവണി ഷോൾ മാറിക്കിടക്കുന്ന അവളും കാണുന്നത്. അജുവേട്ടാ, ഇത് ശരിയല്ല കേട്ടോ. എന്ത്? മനസ്സിലാവാതെ അവൻ ചോദിച്ചു. നിങ്ങളെന്തിനാ എന്റെ അവിടെ ഇവിടെയൊക്കെ നോക്കാൻ പോകുന്നത്? അല്പം പരിഭവത്തോടെ അവൾ അവനോട് ചോദിച്ചു. നോക്കിയെങ്കിൽ കണക്കായി പോയി. നിനക്ക് കാണിക്കാം. ഞാൻ നോക്കുന്നതാണ് കുറ്റം. അവന്റെ സംസാരം കേട്ട് അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് അവൾ തന്റെ ഷോൾ നേരിട്ട് തിരിഞ്ഞിരുന്നു. മനുഷ്യന്റെ കൺട്രോളുകളായിട്ട് രാവിലെ തന്നെ ഇറങ്ങിക്കോളും പെണ്ണു. അവൾ കേൾക്കാതെ അവൻ പിറുവിരുത്തു. അവന്റെ മട്ടും ഭാവം കണ്ട് വാപതി ചിരിച്ചുപോയി നവമി. നവമി, അമ്മാവനോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ? അജുവിനെ കണ്ട കാല് തല്ലിയൊടിക്കുന്ന അച്ഛൻ പറഞ്ഞിരിക്കുന്നേ. മനസ്സിൽ ചിരിച്ചുകൊണ്ട് നവമി പറഞ്ഞു. സത്യം പറഞ്ഞ അമ്മാവനെ ഞാൻ ഒത്തിരി വിഷമിപ്പിച്ചു. അമ്മാവന്റെ പിണക്കം മാറ്റാൻ എൻ്റെ കയ്യിലൊരു സൂത്രമുണ്ട്, പറയട്ടെ? ഒരു വലിയ കാര്യം പോലെ പറഞ്ഞു അച്ചു. എന്ത് സൂത്രം? നവമി വലിയ താല്പര്യമില്ലാത്ത പോലെ ചോദിച്ചു. ഞാൻ നിന്നെ വിവാഹം കഴിക്കാന്ന് പറഞ്ഞാൽ അമ്മാവന് വലിയ സന്തോഷാവും. വെറുതെ എന്തിനാ ഞാൻ അമ്മാവന്റെ ആഗ്രഹത്തിന് എതിരെ നിൽക്കുന്നല്ലേ? ഒന്ന് എറിഞ്ഞു നോക്കാമെന്ന് മനസ്സിൽ കരുതി അജു. അവന്റെ ചാട്ട എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കിയ നവമി ഇപ്പൊ ശരിയാക്കി തരുന്ന എക്സ്പ്രഷനോടെ അങ്ങനെ ഇരുന്നു. അതിന് അച്ഛനിപ്പൊ അങ്ങനെ ഒരു ആഗ്രഹമില്ലല്ലോ അജുവേട്ടാ. എനിക്കാണെങ്കിൽ തീരെ ഇല്ല. എനിക്കെന്റെ അരുണേട്ടനെ ഇഷ്ടം. അരുണേട്ടന് നല്ല ജോലിയുണ്ട്, പഠിത്തമുണ്ട്, സൗന്ദര്യമുണ്ട്. അവനെ ചൊടിപ്പിക്കാനായി നാണ അഭിനയിച്ചുകൊണ്ട് അവളും പറഞ്ഞു. പിന്നെന്തിനാണ് ഈ ഭൂതമേ എന്റെ വീട്ടിലോട്ട് നീ കെട്ടിയെടുത്ത്? എന്റെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊക്കെ ഉണ്ടാക്കിയിട്ട് കല്യാണം വേണ്ടെന്ന് പറഞ്ഞാണ് എന്നെ പ്രലോഭിപ്പിച്ചിട്ട് അവൾക്ക് ഇപ്പൊ എന്നെ വേണ്ട പോലും. ഒരു കാര്യം ഞാൻ പറയാം, എന്നെ കളഞ്ഞിട്ട് അവനെ കെട്ടി ജീവിക്കാന്നാണ് മോള് കരുതുന്നെങ്കിൽ നിന്റെ കെട്ടിനെന്ന് ഞാൻ കെട്ടി തൂങ്ങി ചാവും. നോയിക്കോ.
അവന്റെ സംസാരം കേട്ട് പണ്ടാരടങ്ങിയിരിക്കുകയാണ് നവമി. സത്യാണോ? എന്നെ ഇഷ്ടമാണോ ചേട്ടാ നിങ്ങൾക്ക്? കുസൃതിയോടെ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി അവൾ ചോദിച്ചു. ഇത്രയും പറഞ്ഞു നിനക്കെന്നെ മനസ്സിലായില്ലേ? എനിക്ക് നിന്നെ ഇഷ്ടമാടി. ഇഷ്ടമെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടം. ഞാൻ കെട്ടുന്നുണ്ടെങ്കിൽ നിന്നെ മാത്രമേ കെട്ടൂ. കൊച്ചുകുട്ടികളെ പോലെ പരിഭവത്തോടെ പറയുന്നവനെ കാണെ നവമിക്ക് ചിരി വന്നുപോയി. എന്റെ പൊന്നു മനുഷ്യ, നിങ്ങൾ കൊണ്ട് ഇതൊന്നും പറയിപ്പിക്കാൻ ഞാനും നന്ദും പെട്ട പാട്. അന്നും ഇന്നും എന്റെ മനസ്സിൽ നിങ്ങളല്ലേ ഉള്ളൂ അജുവേട്ടാ. അപ്പാ അരുണോ? പരിഭവത്തോടെ അജു തിരക്കി. മറ്റയാളുടെ പേര് പറയുമ്പോഴെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പറയുന്നത് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ടല്ലേ ഇല്ലാത്തൊരു അരുൺ സാറിനെ വെച്ച് ഞാൻ നിങ്ങളെ കളിപ്പിച്ച്. അവനോട് കുറച്ച് ചേർന്നിരുന്നുകൊണ്ട് നവമി പറഞ്ഞു. ശേഷം പ്രണയത്തോടെ അവന്റെ കവിളിൽ അമർത്തി മുത്തി. വൈകിട്ട് കോളേജ് കഴിഞ്ഞ് ബസ് കാത്തിരിക്കുകയാണ് ഗായത്രി. അപ്പോഴാണ് നന്ദുവിന്റെ ബൈക്ക് അവളുടെ മുമ്പിലായി വന്നു നിന്നത്. ബൈക്കിൽ നിന്നിറങ്ങി തന്റെ അടുത്തേക്ക് നടന്നു വരുന്ന നന്ദുവിനെ ഗായത്രി ഒന്ന് ഇരുത്തി നോക്കി. എന്റെ ദൈവമേ, ഇങ്ങേരുത്ത് എന്തിനുള്ള പുറപ്പാടാ? പതിവില്ലാതെയുള്ള അവന്റെ മുഖത്തെ ഗൗരവം കണ്ട് ഗായത്രി ചിന്തിച്ചു. ഗായു ചേട്ടൻ വന്നു. പെട്ടെന്ന് അവന്റെ മുഖത്തുള്ള ഗൗരവം മാറി അവിടെ സ്ഥായിഭാവമായ ഭക്ഷണത്തിന് നിറഞ്ഞു. ഒരു നിമിഷം ഞാൻ തെറ്റിദ്ധരിച്ചു പോയില്ലേ ദൈവമേ, ഇങ്ങേര് നന്നായെന്ന്. ഗായത്രി ആത്മാ. ഗായു എന്ത് ബസ് ഒന്നില്ലേ? വാ നന്ദിട്ടം കൊണ്ടാക്കോ. ചിരിയോടെ നന്ദു പറഞ്ഞു. അയ്യോ വേണ്ട, ബസ്സിൽ പോരും, ചേട്ടൻ പോയിക്കോളൂ. എന്താ ഗായു ഇത്? ഒരുമാതിരി അന്യരോട് പെരുമാറുന്ന പോലെ. നമ്മളെ അയൽക്കാരല്ലേ, അതിൻ്റെ ഒരു സ്നേഹങ്ങളും കാണിച്ചുകൂടെ? കയറുവോടെ നന്ദു പറഞ്ഞു. മോനെ, നീ മരിച്ചുപോയ രവിയുടെ ഇളയ മകനല്ലേ? ഞാൻ വസന്ത, നിന്റെ വീടിന്റെ അപ്പുറത്തെ ജംഗ്ഷനിൽ താമസിക്കുന്ന ആളാ. ആ കുട്ടി വരുന്നില്ലെങ്കിൽ ഞാൻ വരാം, എന്നെ ഒന്ന് അങ്ങോട്ട് ആക്കാമോ? ഗായത്രിയുടെ തൊട്ടടുത്ത് നിന്ന് അല്പം പ്രായമുള്ള സ്ത്രീ പറഞ്ഞു. കുഴിയിലേക്ക് കാണെടുത്തൊക്കെ അറിയും, തള്ളക്ക് ചെറുപ്പക്കാരനെ എന്റെ ബൈക്കിൽ തന്നെ കയറണം. അവരെ നോക്കി ദേഷ്യത്തിനവൻ പിറുപിറുത്തു. അവന്റെ മുഖഭാഗം കണ്ട് ഗായത്രിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു. എന്റെ അമ്മച്ചി, ഞാൻ ആ വഴിയല്ല പോകുന്നത്. അമ്മച്ചി ബസ്സിന് പോകാൻ നോക്ക്. അവർ നോക്കി നീരസത്തോടെ നന്ദു പറഞ്ഞു. മോനല്ലേ കുറച്ചു മുന്നേ പറഞ്ഞ് അയൽക്കാരോട് മോന് വലിയ സ്നേഹമാണെന്ന്. അവർ നന്ദുവിനെ വിടാനുള്ള യാതൊരു ലക്ഷണവും ഇല്ല. ചെറുപ്പക്കാരികളായ അയൽവാസികൾക്ക് മാത്രമേ ഞാൻ ലിഫ്റ്റ് എടുക്കാറുള്ളൂ, അല്ലാതെ എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞൊന്നും ഞാൻ എൻ്റെ വണ്ടി കൊണ്ടുപോകാറില്ല. മനസ്സിലായി നിന്റെ ചാട്ട എങ്ങോട്ടാണെന്ന്. അവനിന്ന് ചൂഴി നോക്കിക്കൊണ്ട് അവർ പറഞ്ഞു. ഓൾഡ് പീപ്പിൾ, കൺട്രി പീപ്പിൾ. അവർ നോക്കി പല്ലുകടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ബൈ ഗായു, നമ്മളെന്താ പറഞ്ഞോണ്ടിന്ന്? ലിഫ്റ്റ്. ബസ് വരെ ഇനി ലേറ്റ് ആവും. ഗായു പ്ലീസ്, ഞാൻ കൊണ്ടാക്കാം, കയറിക്കോളൂ. അവൻ അത്രയും പറയുന്നതുകൊണ്ട് വണ്ടി കയറാമെന്ന് അവളും കയറി. വരാമെന്ന് പറഞ്ഞ് തിരിയുമ്പോഴാണ് ദൂരെ നിന്ന് കാണുന്ന പോലീസ് ജീപ്പ് ഗായത്രി കാണുന്നത്. അയ്യോ അച്ഛൻ! പേടിയോടെ അങ്ങോട്ടേക്ക് നോക്കി അവൾ പറഞ്ഞു. അപ്പോഴാണ് ജീപ്പിലിരിക്കുന്ന പ്രതാപനെ നന്ദുവും കാണുന്നത്. കർത്താവെ, പെട്ടു. മെല്ലെ എസ്കേപ്പ് ആണെന്ന് കരുതി വരിയുമ്പോഴാണ് പോലീസ് ജീപ്പിൽ നിന്നിറങ്ങുന്ന അയാൾ അവൻ കാണുന്നത്. അയാൾ കണ്ടെന്ന് അവന് മനസ്സിലായി. നീ എന്താടാ ഇവിടെ? അവനെ നോക്കിയിട്ട് അയാൾ ചോദിച്ചു. അത് പിന്നെ അങ്കിൾ. അയാളെ തുറിച്ചോട്ടെ കണ്ടപ്പോൾ അവൻ മെല്ലെ ഉമിനീരിറക്കി. അത് പിന്നെ സർ, ബസ്സകത്ത് നിൽക്കുന്ന സാറിന്റെ മോളെ കണ്ടപ്പോൾ ഒരു ലിഫ്റ്റ് കൊടുക്കാന്ന് കരുതി ഇറങ്ങിയതാ. എന്റെ മോൾക്ക് ലിഫ്റ്റ് കൊടുക്കാൻ നീ ആരടാ? ദേഷ്യത്തോടെ അയാൾ ചോദിച്ചു. സാറ് കേട്ടിട്ടില്ല ഗാന്ധിജി പറഞ്ഞ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണമെന്ന്? അത് ഗാന്ധിജി അല്ലല്ലോ, യേശു ക്രിസ്തു അല്ലേ പറഞ്ഞ്? യേശു ക്രിസ്തു ആയിരുന്ന? ഞാൻ കരുതി ഗാന്ധിജിയാണെന്ന്. സാധാരണ ആ പുള്ളിക്കാരനാൾ ഇങ്ങനെയൊക്കെ ഏതാണ്ടൊക്കെ പറയുന്നത്. ചെറിയൊരു ചമ്മലോടെ നന്ദു പറഞ്ഞു. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ അല്ലടാ സ്നേഹിക്കാൻ പറഞ്ഞ്, അല്ലാതെ അയൽക്കാരന്റെ മോളെ അല്ലല്ലോ അല്ലേ? അവർ നോക്കി പരിഹസിച്ചുകൊണ്ട് അയാൾ ചോദിച്ചു. അയൽക്കാരന്റെ മോള് സുന്ദരിയാണെങ്കിൽ സ്നേഹിക്കാന്ന് എന്റെ പോളിസി. അവനും വിട്ടുകൊടുത്തില്ല. സാറേ, ഞാനേ സുന്ദരി ഇവന്റെ അയൽക്കാരിയാ, എനിക്കൊരു ലിഫ്റ്റ് തരാൻ പറയൂ സാറേ. അല്പം നാണത്തോടെ ആ സ്ത്രീ പറഞ്ഞു. പൊരട്ടത്തള്ള. പല്ലേരിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു. ഈ അമ്മയും നിന്റെ അയൽവാസിയല്ലേ? തൽക്കാലം നന്ദുമോനെ ഈ സുന്ദരിക്ക് ലിഫ്റ്റ് കൊടുക്കാൻ നോക്ക്. എന്റെ മകൾക്ക് ലിഫ്റ്റ് കൊടുക്കാൻ എനിക്കറിയാം. നിന്ന് മെനക്കെടാ പോവാൻ നോക്ക്. ആൾ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞ പ്രതാപൻ. ചവിട്ടിത്തുള്ളി പോകുന്ന നന്ദുവിനെ കണ്ടതും ഗായത്രിക്ക് ചിരിയടക്കാൻ കഴിഞ്ഞില്ല. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതേനാളുടെ അവസ്ഥ. നന്ദുവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് വിച്ചു പറഞ്ഞു. ഇന്നെങ്കിലും അവളോട് എന്റെ ഇഷ്ടം പറയാന്ന് കരുതിയതാ. ആ തന്തപ്പിടികാരൻ അതും ഫ്ലോപ്പ്. താടിക്കും കൈയും കൊടുത്ത് നന്ദു ഇരുന്നു പോയി. പിന്നെ ആ ചെറുക്കനമരിക്ക് ഒരു ഐഡിയ ഉണ്ട്. വിച്ചു അല്പം ഗമയോടെ പറഞ്ഞു. സത്യമാടാ? വിച്ചു ആകാംക്ഷയോടെ ചോദിച്ചു. അതെ. എന്താ ഐഡിയ? രുക്കു. രുക്കോ? അതെന്ത് ഐഡിയ? മനസ്സിലാവാത്ത പോലെ നന്ദി ചോദിച്ചു. രുക്കുവിനെ അറിയില്ലടാ നിനക്ക്? രുക്കുവിനെ പോയിട്ട് കുക്കിനെ പോലും എനിക്കറിയില്ല. രുക്കു നമ്മുടെ സ്ഥലത്തെ ഒരു ബ്യൂട്ടി ക്വീനാ. രുക്കുവിന്റെ മുഖമോർത്തുകൊണ്ട് ചിരിയോടെ പറഞ്ഞു വെച്ചു. എന്നിട്ട് ഞാനിതുവരെ കണ്ടിട്ടില്ലടാ ക്വീനെ. കണ്ടെങ്കിൽ അന്നേ അതിനെ വളച്ചേനെ. നീ കുറെ എണ്ണത്തിന് വളക്കാൻ ശ്രമിച്ച് അവസാനം നീ വളഞ്ഞ വെച്ചം. നന്ദുവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് വിച്ചു പറഞ്ഞു.
എന്നാലും ഞാൻ കാണാത്ത ഏത് ക്വീനാ? സംശയത്തോടെ നന്ദു വിച്ചുവിനെ നോക്കി ചോദിച്ചു. അതൊരു 1.5 മുതലാന്റെ മോനെ. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന രുക്മിണി എന്ന എല്ലാവരുടെയും രുക്കു. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന ക്വീനോ? വായും തുറന്ന് ഇന്നുപോയി നന്ദു. അതേടാ, ഈ നാട്ടിലെ ബ്യൂട്ടി ക്വീൻ രുക്കു. 3ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള ചെക്കന്മാരുടെ സ്വപ്ന സുന്ദരി. സ്കൂളിൽ തന്നെ അതിന് എന്തോരം ഫാൻസ് ഉണ്ടെന്നറിയോ നിനക്ക്? അല്ല, ആ സ്വപ്ന സുന്ദരിയെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാനാ? 10-20 വയസ്സുള്ളതായിരുന്നെങ്കിൽ നിനക്കെങ്കിലും നോക്കായിരുന്നു. എന്തോ വലിയ കാര്യം പോലെ പറയുന്ന നന്ദുവിനെ വെച്ച് ദേഷ്യത്തോടെ നോക്കി. മര്യാദക്ക് നിന്നില്ലെങ്കിൽ നിന്റെ അന്ത്യം എന്റെ വീടുണ്ടാവും, പറഞ്ഞേക്കാം. അത് കേട്ടപ്പോൾ നന്ദു പിന്നെ ഒന്നും മിണ്ടിയില്ല. എടാ, എന്നതാടാ നിന്റെ അളിയഞ്ചക്കന്റെ പേര്? തലേന്ന് കുടഞ്ഞുകൊണ്ട് വിച്ച് ചോദിച്ചു. കുട്ടൂസ്. യഥാർത്ഥ പേര് ഗോകുൽ. വലിയ താല്പര്യമില്ലാതെ നന്ദു പറഞ്ഞു. കുട്ടൂസ് ആയാലും കൊള്ളാം, കുട്ടി പിശാചായാലും കൊള്ളാം. അതിനെ മരിക്കാൻ ഞാൻ ഇറക്കിയ ആളാ മോനെ നമ്മുടെ രുക്കു. ഞാനൊരു നല്ല കൂട്ടാരുക്കു. അല്ല, ആ കൊച്ചിങ്ങനെ കുട്ടൂസിനെ മരിക്കാൻ? ഒന്നും മനസ്സിലാവാത്ത പോലെ നന്ദു ചോദിച്ചു. എടാ, കുട്ടൂസ് പഠിക്കുന്ന സ്കൂളിൽ തന്നെ നമ്മുടെ രുക്കുവും പഠിക്കുന്നത്. നിന്റെ കാര്യം ഞാൻ രുക്കുവിനോട് പറഞ്ഞപ്പോ അവള് സഹായിക്കാന്ന് പറഞ്ഞു. ഇപ്പോഴും നിനക്ക് ഞാൻ പറഞ്ഞ് മനസ്സിലായില്ലെന്നറിയാം. എടാ പൊട്ട, രുക്കു കുട്ടൂസിനെ പ്രേമിക്കുന്ന പോലെ അഭിനയിക്കും. അപ്പൊ പിന്നെ ചെക്കന് നിന്റെ പുറകെ പാറായിട്ട് നടക്കേണ്ടി വരില്ല. പ്രേമമോ? ഇത്ര ചെറുപ്രായത്തിലോ? ഒന്ന് പോടാ, നടക്കുന്ന കാര്യം വല്ലതും പറഞ്ഞീ. വിച്ചുവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു. അയ്യോ, ഒരു നിഷ്കളങ്കൻ. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ടടുത്ത ബെഞ്ചിലിരുന്ന പെങ്കൊച്ചിനെ പിടിച്ച് ഉമ്മ വെച്ച മുതലല്ലേടാ നീ. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 5ാം ക്ലാസ്സിലെ പണിയിൽ ഔരിട്ട് കൊടുത്ത പ്രേമവീരൻ. 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 3 ഒരുമിച്ച് വളച്ചവൻ. 4ാം ക്ലാസ്സിലൊക്കെ പിന്നെ പറയേ വേണ്ട. ഇതൊന്നും പോരായിട്ട് എത്ര പെമ്പിളയുടെ പുറകെ എന്നെ ഒന്ന് പ്രേമിക്കുമെന്ന് ചോദിച്ചുകൊണ്ട് ഒലിപ്പിച്ച് നടന്നവനാ ബാക്കിയുള്ളവരെ കളിയാക്കുന്നേ. നന്ദുവിനെ നോക്കി കണ്ണുരുട്ടിക്കൊണ്ട് വിച്ചു പറഞ്ഞു. അയ്യോ, എനിക്കെന്തോ അത്തരം കാര്യങ്ങളൊന്നും ഓർമ്മയില്ലെന്ന്. എനിക്ക് അമ്ലേഷ്യ. പാവം ഞാൻ. സന്ദർഭത്ര പന്തിയെല്ലാം തോന്നിയ നന്ദു ചമ്മലോടെ പറഞ്ഞു. എന്നാലേ എനിക്ക് നല്ല ഓർമ്മയുണ്ട് മോന്റെ പണ്ടത്തെ ലീലാവിലാസങ്ങള്. നിനക്ക് നിന്റെ കായിന് വേണോ? എങ്കിൽ ഇതുപോലെ കുറച്ച് വളഞ്ഞ വഴികൾ സ്വീകരിക്കേണ്ടി വരും. നീ എന്ത് വഴി വേണേലും നോക്കിക്കോ. എനിക്ക് അവളോട് എന്റെ ഇഷ്ടം പറയണം, അത്രയേ ഉള്ളൂ. എന്നാ വാ, രുക്കുവിനെ പരിചയപ്പെടുത്തി തരാം. അത്രയും പറഞ്ഞ് നന്ദുവിനെയും കൂട്ടി രുക്കുവിനെ കാണാനായി പുറപ്പെട്ടു. അങ്കിളിനെ അറിയാലോ സ്കൂളിൽ എന്റെ ഫാൻസിനെ പറ്റി. ഞാനെങ്ങനെ ആ കുട്ടൂസിനെയാണ് ലവ് ചെയ്യാൻ പോകുന്നത് അറിഞ്ഞാൽ അവർക്കും ഒന്നും സഹായിക്കില്ല. എത്ര ചുള്ളും ചേട്ടന്മാരെന്റെ പുറകെ നടക്കുന്നതെന്ന് അങ്കിളിന് അറിയോ? രുക്കുവിന്റെ സംസാരം കേട്ട് വാ പൊളിച്ച് നിൽക്കുകയാണ് നന്ദു. ഇപ്പോഴത്തെ പിള്ളേരുടെയൊക്കെ ഒരു ഭാഗ്യേ. എനിക്കില്ലാതെ പോയത് അതന്നെയാ. ഒന്ന് നെടുവീർപ്പെട്ടുകൊണ്ട് നന്ദു പറഞ്ഞു. അങ്കിളിന് അറിയില്ലായിരിക്കും മോളെ, മോളുടെ സ്റ്റാറ്റസ് ഒക്കെ. ദേ, ഈ നിൽക്കുന്ന അങ്കിളിനെ പ്രണയിക്കാൻ ആ കുട്ടൂസ് ഒരു പാറയാ മോളെ. അതുകൊണ്ടല്ലേ അങ്കിള് മോളോട് ആദ്യമായിട്ടൊരു കാര്യം ആവശ്യപ്പെടുന്നത്. അടുത്തിൽ നിന്ന് നന്ദുവിനെ നോക്കി വീച്ച് രുക്കുവിനോടായി പറഞ്ഞു. പ്രേമിക്കുന്നവരെ നിരാശരാക്കുന്ന ശീലം എനിക്ക് പണ്ടേ ഇല്ല. അതുകൊണ്ടാണല്ലോ എന്റെ പുറകെ നടക്കുന്ന ചെക്കന്മാരെയൊന്നും ഞാൻ നിരാശപ്പെടുത്താത്തത്. അങ്കിള് ഈ പറയുന്ന ചെക്കന് തടി കുറച്ച് കൂടുതലാ, എന്നാലും ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ അങ്കിൾ ആ ചെറുക്കൻ വളഞ്ഞാൽ പിന്നെ ഞാൻ അവർ തന്നെ പ്രേമിക്കണമെന്ന് പറഞ്ഞേക്കരുത്, കേട്ടല്ലോ? എന്റെ ആരാധകന്മാരെ നിരാശരാക്കാൻ എനിക്ക് പറ്റില്ല. എന്തോ വലിയ കാര്യം പോലെ പറയുകയാണ് നമ്മുടെ രുക്കു. എന്റെ പൊന്നെ, ഇതൊക്കെ ഈ പ്രായത്തിൽ ഇങ്ങനെ. അപ്പൊ ഒരു 10ാം ക്ലാസ്സിലൊക്കെ ആകുമ്പോ എന്താവും അവസ്ഥ? മോള് പറയുന്ന എല്ലാം അങ്കിൾ ഏറ്റു. കുറച്ചു ദിവസത്തേക്ക് ആ കുട്ടൂസ് മോളുടെ പുറകെ ആയിരിക്കണം, അത്രയേ ഉള്ളൂ ഞങ്ങൾക്ക്. വിളിച്ചു വലിയ പ്രതീക്ഷയോടെ രുക്കുവിനെ നോക്കി പറഞ്ഞു. അതൊരുത്തെങ്കിലും പേടിക്കണ്ട, അത് ഞാൻ ഏറ്റു. എന്തോ വലിയ കാര്യം ഏറ്റെടുത്ത പോലെ ഗമയോടെ പറയുകയാണ് രുക്കു. ഇതുവല്ല നടക്കൂടെ എന്ന ഭാഗത്തിൽ നന്ദു വിച്ചുവിനെ നോക്കുന്നുണ്ട്. നവമിയുടെ മടിയിലായി തലവെച്ച് കിടക്കുകയാണ് അച്ചു. ഇടയ്ക്കിടയ്ക്ക് അവന്റെ കൈകൾ അവളുടെ ടോപ്പിനുള്ളിലേക്ക് കടന്നുകൊണ്ടിരുന്നു. ടോപ്പിനുള്ളിലായി കാണുന്ന അവളുടെ വെളുത്ത വയറിൽ അവൻ തന്റെ ചുണ്ടുകൾ പതിപ്പിച്ചു. അവന്റെ മുഖം പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് നവമി പറഞ്ഞു. നവി. പ്രണയാതുരമായ അവന്റെ ശബ്ദം കാതിലേക്ക് പതിഞ്ഞതും അവളൊന്ന് മൂളി. സോറി. എന്തിന്? മനസ്സിലാവാതെ അവൾ ചോദിച്ചു. ഇത്രയും നാൾ വിഷമിപ്പിച്ചത്. നീ ഇവിടെ നിൽക്കാൻ വരുന്നവരെ എനിക്ക് നിന്നോടൊന്നും തോന്നിയിരുന്നില്ല നവി. സാധാരണ എന്റെ പുറകെ വാലുപോലെ നടക്കുന്ന നീ ആദ്യമായിട്ട് എന്നെ അവഗണിച്ചപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴും എനിക്ക് നിന്നോട് തോന്നിയിരുന്ന പ്രണയമാണോന്ന് അറിയില്ലായിരുന്നു. വല്ലാതെ വീർപ്പ് മുട്ടുന്നുണ്ടായിരുന്നു ഞാനപ്പോൾ. ഇല്ലാത്തവരും നിന്റെ പേരും പറഞ്ഞ് നീ എന്നിൽ നിന്ന് അകന്നറന്നപ്പോഴാണ് ഞാൻ നിന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് മനസ്സിലായത്. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി പ്രണയത്തോടെ അവൻ മൊഴിഞ്ഞു. എല്ലാം ശരിയായില്ല ചേട്ടാ, എന്റെ സ്നേഹം സത്യമായിരുന്നു, അതുകൊണ്ടല്ലേ നിങ്ങളെനിക്ക് കിട്ടിയത്. മെല്ലെ ഒന്ന് കുനിഞ്ഞു വന്ന് അവൾ അവന്റെ ചുണ്ടിലായി മെല്ലെ ചുംബിച്ചു. അവളുടെ ചുണ്ടിന്റെ മാധുര്യത്തിൽ മറ്റെന്തൊക്കെയോ വികാരങ്ങൾ അവനെ വന്ന് പൊതിഞ്ഞു. മെല്ലെ അവളുടെ ഇടുപ്പിലായി പിടിമുറുക്കിക്കൊണ്ട് അവൻ തന്നെ മുഖം അവളുടെ നേർക്കായി ഉയർത്തിയ ശേഷം അവളുടെ കണ്ണിലും കവിളിലും മാറി മാറി ചുംബിച്ചുകൊണ്ടേയിരുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് നന്ദു അങ്ങോട്ടേക്ക് വന്ന്. എന്റെ കൃഷ്ണ, എന്തൊക്കെയോട് നടക്കുന്നേ?
പെണ്ണു വേണ്ട കല്യാണം വേണ്ടെന്ന് പറഞ്ഞ് നടന്നവനാ. എന്നിട്ടിപ്പൊ കാണിക്കുന്നുണ്ടോ? അതൊരു പെണ്ണ് സെറ്റാവാത്ത ക്രോണിക് ബാച്ചിലറെ എന്റെ മുമ്പിൽ വെച്ച് തന്നെ. ഇങ്ങനെയൊക്കെ പോയ എന്റെ ഒക്കത്ത് പിള്ളേരിക്കുന്നതിന് മുമ്പ് ഇവന്റെ ഇവളുടെയും ഒക്കത്തും കാണും 2-3 എണ്ണം. ഇനി ഇവിടെ നിന്ന സങ്കടം കൊണ്ട് ഞാൻ എന്തിനും വിളിച്ചു പറഞ്ഞു പോയി രണ്ടിനി. ഒരിക്കൽ കൂടി 2 എണ്ണത്തിനെയും നോയിക്കൊണ്ട് ചവിട്ടിത്തുള്ളി പുറത്തേക്ക് പോയി നന്ദുവിനെ ദീനരോധനം അറിയാതെ നാമിയാജു അവരുടെ പ്രണയലോകത്താണ്. അങ്കിലെ എനിക്കിങ്ങുമേല ആ കുറ്റൂസന്റെ പുറകെ നടക്കാൻ പറഞ്ഞേക്കാം. മുന്നിൽ നിൽക്കുന്ന വിച്ചുവിനോടും നന്ദുവിനോടുമായി ദേഷ്യത്തിൽ രുക്കു പറഞ്ഞു. അതെന്താ രുക്കുമോളെ? വിച്ചു സംശയത്തോടെ ചോദിച്ചു. ഒരു ദിവസം ഞാൻ കുറ്റൂസിനെ ഒന്ന് ഇംപ്രസ് ചെയ്യിക്കാന്ന് കരുതി അവന്റെ ക്ലാസ്സിലേക്ക് പോയി. എന്നിട്ട് അറിയാതെ ചോദിച്ചു പോയി നന്ദു. എന്നിട്ടെന്താ, ഞാനെന്നെ അവന് പരിചയപ്പെടുത്തി. അപ്പൊ ചെക്കൻ പറയുവാ, നീ വലിയ സുന്ദരിയാണെങ്കിൽ ഞാൻ എന്ത് വേണമെന്ന്, സല്യൂട്ട് ചെയ്യണമെന്ന്. ഞാൻ ഇത്ര സ്നേഹത്തോടെയാണെങ്കിൽ അവനൊരു മിണ്ടാൻ പോയത്. എന്റെ ഫ്രണ്ട്സിന്റെ ആരാധകരുടെയും മുന്നിൽ വെച്ചാ അവനെന്നെ കളിയാക്കിയത്. ഇനി ഞാൻ എങ്ങനെ അവരേക്ക് നോക്കും? ഒന്നാമത് എന്റെ ക്ലാസ്സിലെ പെൺപിള്ളേർക്കൊക്കെ ഭയങ്കര കുശുമ്പാണേ. എന്തിന്? വീണു ചോദിച്ചു പോയി നന്ദു. എനിക്ക് ഇത്രയും സൗന്ദര്യം ഫാൻസി ഉള്ളോണ്ട് സ്വയം പുകഴ്ത്തിക്കൊണ്ട് രുക്കു പറഞ്ഞു. അവളുടെ സംസാരം കേട്ട് കണ്ണും തള്ളി നിൽപ്പുണ്ട് നന്ദു. ഓഹോ, അവൻ അത്രക്കായോ? എന്റെ രുക്കുവിനെ കളിയാക്കാൻ മാത്രം വളർന്ന ആ പീറ ചെറുക്കൻ. രുക്കുമോളെ, ഇതിനവനോട് പ്രതികാരം ചെയ്യണം. വിച്ചുവളെ ചൊടിപ്പിക്കാനായി പറഞ്ഞു. എങ്ങനെ? മനസ്സിലാവാത്ത പോലെ അവൾ ചോദിച്ചു. അവനെ കൊണ്ട് മോൾ ഐ ലവ് യു എന്ന് പറയിപ്പിക്കണം. അതാണ് മോളുടെ മിടുക്ക്. പോങ്കിൽ എനിക്കിങ്ങ് വയ്യ ആ ചെക്കിനെ വളക്കാൻ. ഞാനിനി പരിപാടിക്കില്ല. ഞാനിന്റെ ഫാൻ ബോയ്സിനെ പരിഗണിക്കാൻ പോവാ. അല്ലെങ്കിലേ അവരെന്നോട് പെനങ്ങും. അങ്കിൽ വേറെ എന്തെങ്കിലും വഴി നോക്കിക്കോ. ഞാനില്ല. അത്രയും പറഞ്ഞ് നടന്നു പോകുന്ന രുക്കുവിനെ നോക്കി വിച്ചു താടിക കൈയും കൊടുത്തിരുന്നു പോയി. എന്തൊക്കെയായിരുന്നു അവന്റെ ബ്യൂട്ടിക്ക് ആന ചേന. എന്നിട്ടിപ്പോ എന്തായി? പലതും നടന്നോ? നന്ദു ദേഷ്യത്തോടെ വിച്ചുവിനോട് ചോദിച്ചു. ഈ കൊച്ചു പിള്ളേരെ നമ്പരുതെന്ന് പറയുന്നത് എത്ര ശരിയാടാ? വിച്ചു സങ്കടത്തോടെ പറഞ്ഞു. ഇനി എന്തു വന്നാലും എത്ര പാര വന്നാലും ഞാൻ എന്റെ ഇഷ്ടം കായുവിനെ അറിയിച്ചിരിക്കും. നീ നോയിക്കോ. വല്ല ഏടാവടത്തിലും പോയി ചാടാനാവും. വിച്ചു അവനെ പുച്ഛിച്ചുകൊണ്ട് പറഞ്ഞു. വീട്ടിലേക്ക് മനുഷ്യന് ചെന്ന് കയറാൻ മേല. എന്റെ വിശ്വാമിത്രൻ ചേട്ടന്റെ അവന്റെ താമസങ്ങളൊക്കെ മേനക നാമിയുടെയും റൊമാൻസ് ആയിപ്പോ. നിത്യകന്യകനായിട്ടുള്ള എന്റെ രോദനം കണ്ടിട്ട് രണ്ടിനും കുലുക്കമില്ലെന്നേ. പരിഭവത്തോടെ പറയുന്ന നന്ദുവിന്റെ തോളിൽ തട്ടി വിച്ചു ആശ്വസിപ്പിച്ചു. തളരരുത് അളിയ, തളരരുത്. ഈ ജന്മം നിനക്കൊരു പെണ്ണ് സെറ്റാവാനുള്ള യോഗയില്ലെന്ന് ഓർത്ത് സമാധാനിക്കടാ. നന്ദുവിന്റെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്ന വിച്ചുവിന്റെ കൈകൾ നന്ദു കുടഞ്ഞെറിഞ്ഞു. നീ നോയിക്കോടാ, 2 ദിവസത്തിനകം ഞാൻ എന്റെ കായുവിനോട് എന്റെ ഇഷ്ടം പറയുന്നു. എന്നിട്ട് അവളെയും കൊണ്ട് നിന്റെ മുമ്പിൽ ഞാൻ ബൈക്കിൽ ചുറ്റുന്ന കാണിച്ചു തരാം. വിച്ചുവിനെ വെല്ലുവിളിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു. അത്രയും വേണോ അളിയാ? റേഷൻ കട മറന്ന് മണ്ണെണ്ണ വാങ്ങണോ? അവനെ പരിഹസിച്ചുകൊണ്ട് വിച്ചു ചോദിച്ചു. വേണം വേണം വേണം. നന്ദു അവന്റെ തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിന്നു. അമ്മേ, ഞാൻ ഇറങ്ങുവാ. ഗായത്രി അവളുടെ അമ്മ സീതയോടായി പറഞ്ഞിട്ട് ബാഗുമെടുത്ത് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. അപ്പോഴാണ് ദൂരെ തന്നെയും കാത്തിൽക്കുന്ന നന്ദുവിനെ അവൾ കാണുന്നത്. അവനെ കണ്ടതും പെട്ടെന്ന് അവളുടെ ഉള്ളിൽ സന്തോഷം നിറഞ്ഞെങ്കിലും അത് പ്രകടിപ്പിക്കാതെ മുന്നോട്ട് നടന്നവൾ. ഗായത്രി, അടുത്തെത്തിയ നന്ദു മെല്ലെ വിളിച്ചു. എനിക്ക് ഗായത്രിയോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അയ്യോ, എനിക്കിപ്പോ കോളേജിൽ പോകണം. വൈകിട്ട് വീട്ടിൽ പറഞ്ഞാൽ അത് എന്താ കാര്യം? അവന് മോൻ കൊടുക്കാൻ അവൾ പറഞ്ഞു. പറ്റില്ല, ഇനി ഇത് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ഭ്രാന്ത് പിടിക്കും. എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എനിക്ക് പറയാനുള്ള ഇതാണെന്ന് തനിക്കും അറിയാം. എന്നിട്ട് എന്നെ എന്തിനാ ഇങ്ങനെ വട്ടുപിടിപ്പിക്കുന്നത്? നന്ദു ദയനീയമായി അവളോട് ചോദിച്ചു. ഗായത്രിക്ക് എന്നെ ഇഷ്ടമല്ലേ? പറയും, എനിക്കറിയണം. ഇന്ന് തന്നെ എനിക്കൊരു ഉത്തരം തന്നേ പറ്റൂ. ആളെ വിടാൻ പാടില്ല എന്ന് നന്ദു പറഞ്ഞു. അത് പിന്നെ പെട്ടെന്ന് അവനെ ചോദിച്ചപ്പോൾ എന്ത് പറയണമെന്നറിയാവുന്ന പരിങ്ങി ഗായത്രി. എനിക്ക് നന്ദുവേട്ടനെ ഇഷ്ടമാണ്. പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് അവരുടെ മുമ്പിൽ പോലീസ് ജീപ്പ് വന്നു നിന്നു. അതിൽ നിന്നിറങ്ങുന്ന പ്രതാപനെ കണ്ട് ഗായത്രി ഒന്ന് ഭയന്നു. നശിപ്പിച്ച്, ഇങ്ങേര് സമ്മതിക്കില്ല. ഇങ്ങേർക്ക് സ്റ്റേഷനിൽ പണിയൊന്നുമില്ലേ? ദേഷ്യത്തോടെ നന്ദു പിറുവിറുത്തു. നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ മകളുടെ പുറകെ നടന്ന് ശല്യം ചെയ്തെന്ന്. അയാൾ ദേഷ്യത്തോടെ നന്ദുവിനെ നോക്കി പറഞ്ഞു. സാറിന്റെ മകളെ എനിക്ക് ശരിക്കും ഇഷ്ടമാണ്. അല്ലാതെ വെറൊരു നേരം പോക്കിനല്ല ഞാനിവിടെ പുറകെ നടക്കുന്നത്. നന്ദു എന്ത് വരട്ടെ എന്ന് കയറി ധൈര്യത്തോടെ അയാളുടെ മുഖത്ത് നോക്കി പറഞ്ഞു. നീ മാത്രം ഇഷ്ടപ്പെട്ടാ പോരല്ലോ, എന്റെ മകൾ കൂടി നിന്നെ ഇഷ്ടാവണ്ടേ? പേടിയോടെ തന്നെ നോക്കി നിൽക്കുന്ന ഗായത്രി നോക്കി അയാൾ പറഞ്ഞു. ഇവൻ പറഞ്ഞ് കേട്ടില്ലേ നീ, ഇവന് നിന്നെ ഇഷ്ടമാണെന്ന്? എന്താ നിന്റെ തീരുമാനം? നിനക്കിവന് ഇഷ്ടമാണോ? ഗായത്രി ഉറ്റു നോക്കിക്കൊണ്ട് അച്ഛനായ അയാൾ ചോദിച്ചു. പൊതുവെ ഗൗരവക്കാരനായ അയാളെ ഗായത്രിക്ക് ഭയമാണ്. നേർക്ക് നേർ നിന്ന് ഇന്നേ വരെ അയാളോടൊന്നും സംസാരിച്ചിട്ട് കൂടിയില്ല അവൾ. അയാൾ ഒരിക്കലും നന്ദുവിനെ അംഗീകരിക്കില്ലെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അവളുടെ മറുപടി എന്താണെന്നറിയാൻ നന്ദു അവൾ ആകാംക്ഷയോടെ നോക്കി. ഒരു വശത്ത് അവളുടെ പ്രണയം, മറുവശത്ത് ദേശീയക്കാരനായ അച്ഛൻ. അവളാകെ പെട്ട അവസ്ഥയിലായിരുന്നു. നിന്നോട് ചോദിച്ചു കേട്ടില്ല ഗായത്രി, നിനക്കിവന് ഇഷ്ടമാണോന്ന്? അയാളുടെ അലർച്ചയിൽ അവളും നന്ദുവെന്ന് വിറച്ചു. ഇല്ല അച്ഛാ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. നന്ദുവിന് ഇഷ്ടമാണെങ്കിലും അയാൾ പേടിച്ച് അവൾ അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്.
അവളുടെ മറുപടി കേട്ട് നന്ദുവിന് അവസാന പ്രതീക്ഷ അസ്തമിച്ചു. പറഞ്ഞു കേട്ടിലോടാ, അവൾക്ക് നിന്നെ ഇഷ്ടമില്ലെന്ന്. എന്തായാലും 2 ദിവസം നീ ലോക്കപ്പിൽ കിടക്കുക. ഞാൻ നിനക്ക് പലതവണ വാണിങ്ങി തന്നാ, എന്നിട്ട് നീ കേട്ടില്ല. വഴിയെ പോകുന്ന പെൺപിള്ളേരെ ശല്യം ചെയ്യാം, അതും പോലീസുകാരൻ്റെ മകളെ. മര്യാദക്ക് വന്ന് ജീപ്പിൽ കയറ്. നന്ദുവിനെ നോക്കി ദേഷ്യത്തോടെ പ്രതാപൻ പറഞ്ഞു. തിരിച്ചൊന്നും പറയാൻ നന്ദു പോയി ജീപ്പിൽ കയറി. അവനെയും കൊണ്ട് പോലീസ് ജീപ്പ് സ്റ്റേഷനിലേക്ക് പാഞ്ഞു. അയാളുടെ ഭാഗത്തുനിന്ന് ഗായത്രി അങ്ങനെ നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല. നന്ദുവിനോടുള്ള പ്രണയം അയാളോട് പറയാനുള്ള ധൈര്യം കാണിക്കാത്തോർത്ത് അവൾക്ക് അവളോട് തന്നെ ദേഷ്യം തോന്നി. വിച്ചുവിന്റെ കടയുടെ അടുത്തെത്തിയതും പ്രതാപൻ ജീപ്പ് നിർത്താൻ പോലീസുകാരനോട് പറഞ്ഞു. വിച്ചു കാണാതിരിക്കാൻ നന്ദു തന്റെ കൈകൾ കൊണ്ട് മുഖം മറച്ചു. അപ്പോഴാണ് തന്റെ കടക്കുമ്പിൽ നിർത്തിയിരിക്കുന്ന പോലീസ് ജീപ്പ് വിച്ചു കാണുന്നത്. അതിൽ നിന്നിറങ്ങുന്ന പ്രതാപനെ കണ്ട് പേടിയോടവനെ അയാൾക്കടുത്തേക്ക് നടന്നു. നിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ഇതിനകത്ത് ഇരിപ്പുണ്ട്. നീയാണ് അവന് വേണ്ടാത്തൊക്കെ പറഞ്ഞു കൊടുത്ത് വഴിതെറ്റിക്കുന്നതെന്ന് എനിക്കറിയാം. എന്റെ മകളുടെ പുറകെയാണെന്ന് ശല്യം ചെയ്യുന്ന അവനെ ഞാനങ്ങ് പൊക്കി സ്റ്റേഷനിലോട്ട് കൊണ്ടുപോവാ. ഇവന്റെ ഗതി നിനക്ക് വരാതെ നോയിക്കോ. ജീപ്പിനുള്ളിലേക്ക് നോയിക്കൊണ്ട് അയാൾ പറഞ്ഞു. അപ്പോഴാണ് മുഖം കൈവച്ച് മറച്ചു പിടിച്ചിരിക്കുന്ന നന്ദുവിനെ കാണുന്നത്. എന്റെ ദൈവമേ, ഇവനിങ്ങനെ പൊക്കിയോ? വിച്ചു തന്നെ കണ്ടെന്ന് മനസ്സിലായതും നന്ദു പതിയെ മുഖത്തുനിന്ന് കൈകളെടുത്ത് മാറ്റി അവനെ നോക്കി വെളുക്കിനെന്ന് ചിരിച്ചു. നീയല്ലാണ് എന്നെ വെല്ലുവിളിച്ചു പോയത്. എന്റെ മുമ്പിലൂടെ അവളെയും കൊണ്ട് ബൈക്കിന് ചുറ്റുന്നൊക്കെ പറയുന്നു കേട്ടു. എന്നിട്ടിപ്പോ എന്താടാ? അവൾക്ക് പകരം അവളുടെ തന്ന നിന്നെയും കൊണ്ട് ജീപ്പിൽ ചുറ്റുണ്ട് സ്വർഗം കാണിക്കാൻ. നന്ദുവിന്റെ ചെവിലായി പൂച്ചത്തോടെ മെല്ലെ പറഞ്ഞ് വിച്ചു. അളിയാ, ശാവത്തി കുത്തരുത്. ഏതെങ്കിലും വക്കീലിനെയും കൊണ്ട് അങ്ങോട്ട് വരണം. നീ എന്നെ ഇറക്കാം. പിന്നെ എൻ്റെ ആ കാലം ചേട്ടനോട് നീ ഒന്നും പറയരുത്. അവനറിഞ്ഞാൽ പിന്നെ എൻ്റെ അടിയന്തരാവും നടത്തുന്നത്. ജയിലിൽ കിടന്ന ചപ്പാത്തിയെങ്കിലും തിന്ന, വീട്ടിൽ പോയാൽ കാലിൽ എന്നെ പട്ടിണിക്കിട്ട് കൊല്ലും. അപ്പം ഞാൻ പോയിട്ട് വരാം. ജയ് മഹിഷ്മതി, ടാറ്റാ. വിച്ചുവിനെ നോക്കി ടാറ്റ പറഞ്ഞ് നന്ദു. ഇവൻ പോകുന്ന പോലീസ് സ്റ്റേഷനോ അതോ കല്യാണത്തിനോ? അമ്മാതിരി പോക്കല്ലേ പോയത്. നന്ദുവായ വഴിയെ നോട്ടം പറഞ്ഞുകൊണ്ട് വിച്ചു പറഞ്ഞു. ശേഷം പെട്ടെന്ന് ഫോണെടുത്ത് അജുവിനെ വിളിച്ചു. കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോൾ അജുവിന്റെ വക ഭരണിപ്പാട്ട് തന്നെ കേൾക്കേണ്ടി വന്നു വിശുവിന്. പാവം നന്ദു, എങ്ങനെ ഈ കൽപ്പന സഹിക്കുന്നു എന്തോ. ദീർഘമായി ഒന്ന് വിശ്വസിച്ചുകൊണ്ട് വിച്ചു പറഞ്ഞു. ഇനി നന്ദുവിന്റെ ഭാഗത്തുനിന്നും ഇതുപോലെ ഉണ്ടാവില്ലെന്ന അജുവിന്റെ ഉറപ്പിന്മേൽ അജുവിനൊപ്പം നന്ദുവിനെ വിട്ടയച്ചു പ്രതാപൻ. അവൾക്ക് നിന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് പിന്നെ എന്തിനാണ് കോപ്പേ നീ അവളെ ശല്യം ചെയ്യാൻ പോകുന്നത്? അജു ദേഷ്യത്തോടെ ചോദിച്ചു. എന്തോ ഒന്നും ഇടാതെയുള്ള നന്ദുവിനെ നിൽപ്പ് കണ്ട് നവമിക്ക് പാവം തോന്നി. നന്ദു, നീ വിഷമിക്കാൻ, നമുക്ക് ശരിയാക്കാം. അവനെ സമാധാനിപ്പിക്കാനായി നവമി പറഞ്ഞു. വേണ്ട നവമി, ഏട്ടൻ പറഞ്ഞാൽ ശരി. ഞാനിനി ഒരിക്കലും എൻ്റെ ഇഷ്ടം പറഞ്ഞ് അവളെ ശല്യപ്പെടുത്താൻ പോവില്ല. കണ്ണുനീർ തുടക്കുന്ന പോലെ അഭിനയിച്ചുകൊണ്ട് തന്നെ മുറിയിലേക്ക് കയറിപ്പോയി നന്ദു. അവന് നല്ല വിഷമമുണ്ട് മോനെ. ഗീത തൻ്റെ സങ്കടം അജുവിനോടായി പറഞ്ഞു. അതെനിക്കറിയാമേ, അവരൊക്കെ വലിയ ആൾക്കാരാ. നമ്മളെപ്പോലുള്ളവരെന്ന് അവർ അംഗീകരിക്കില്ല. ഒന്നാമതേ അവിടെ അച്ഛന് നന്ദുവിനെ കാണുന്നേ കലിയാ. ഇനി ഇതേപ്പറ്റി ആരോടൊന്നും പറയണ്ട. കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൻ തന്നെ എല്ലാം മറന്നോളൂ. നിന്നോടും കൂടിയാ നവി. നവമിയെ കടുപ്പിച്ച് നോക്കിക്കൊണ്ട് അജു പറഞ്ഞു. നന്ദുവിന്റെ വിവരം എന്താണെന്നറിയാതെ ഗായത്രിക്ക് ഒരു സമാധാനം ഉണ്ടായിരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് അപ്പുറത്തേക്ക് അവൾ നോക്കുന്നുണ്ട്. പക്ഷെ നന്ദുവിനെ മാത്രം കാണാൻ കഴിഞ്ഞില്ല. പെട്ടെന്നാണ് മുറ്റന്നാരോടോ ഫോണിൽ സംസാരിക്കുന്ന നന്ദുവിനെ അവൾ കാണുന്നു. അവൻ സ്റ്റേഷനിൽ നിന്നിറങ്ങിയെന്നറിഞ്ഞപ്പോൾ അവൾക്ക് സമാധാനം തോന്നി. പെട്ടെന്ന് തന്നെ അവൾ അവനടുത്തേക്ക് പാഞ്ഞു. ഫോൺ പോക്കറ്റിൽ വെച്ച് തിരിയുമ്പോഴാണ് മുന്നിൽ നിൽക്കുന്ന ഗായത്രിയെ നന്ദു കാണുന്നത്. ഒരു നിമിഷം ഇരുമിഴികളൊന്ന് കോർത്തു. അപ്പോഴാണ് അവിടെ കണ്ണ് നിറഞ്ഞിരിക്കുന്ന നന്ദു കാണുന്നത്. എങ്കിലും അവനൊന്നും ചോദിക്കാൻ പോയില്ല. രാവിലെ അവൾ തന്നെ ഇഷ്ടമല്ലെന്ന് പറഞ്ഞോർത്ത് അവനവളോട് വല്ലാത്ത പിണക്കം തോന്നി. സാധാരണ തന്നെ കാണുമ്പോൾ പ്രണയം നിറയുന്ന അവന്റെ കണ്ണുകളും പുഞ്ചിരി തൂവുന്ന മുഖവും പതിവില്ലാത്തവണ്ണം ഗൗരവമായിരിക്കുന്ന അവൾ ശ്രദ്ധിച്ചു. എന്തേ, ഞാൻ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയെന്നറിയാമെന്നാണോ? ഇറങ്ങിയോണ്ടാവും ഈ സങ്കടമല്ലേ? ആള് നോക്കി ദേഷ്യത്തിൽ ചോദിച്ചവൻ. ഗായത്രി പേടിക്കണ്ട, ഇനി തൻ്റെ പുറകെ ഒരു ശല്യത്തിന് ഞാൻ വരില്ല. എനിക്കിതിനെ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ ഞാനീ കണ്ട മണ്ടത്തരം കാണിച്ചു എൻ്റെ പുറകെ കിടന്നു. താൻ വീട്ടിൽ പോയിക്കോ. താൻ ഇവിടെ നിൽക്കുന്ന എൻ്റെ അമ്മയെ അവസരം കണ്ട പിന്നെ അത് മതി. അത്രയും പറഞ്ഞ് തിരിഞ്ഞടക്കാൻ ഒരുങ്ങി അവൻ്റെ മുമ്പിൽ തടസ്സമായി അവൾ കയറി നിന്നു. എനിക്ക് പറയാനുള്ള കൂടി കേട്ടിട്ട് പോയാൽ മതി. അവൻ്റെ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി കണ്ട് അവൾ പറഞ്ഞു. കുറച്ച് മണ്ടത്തരമുണ്ടെങ്കിലും നിങ്ങൾ ആൾ പാവാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. എൻ്റെ ഇഷ്ടം നേടാനായിട്ട് നിങ്ങൾ കാണിച്ചു കൂട്ടിയ കുറുമ്പുകളെല്ലാം ഞാനും ആസ്വദിക്കുന്നുണ്ടായിരുന്നു. എപ്പോഴേക്കും എനിക്കൊരു ഇഷ്ടം നിങ്ങളോട് തോന്നി. പക്ഷെ അച്ഛനെ പേടിച്ച് എനിക്കത് പറയാൻ കഴിഞ്ഞില്ല. കുട്ടിക്കാലം മുതൽക്കേ അച്ഛനേക്കാൾ അമ്മയോടാണ് എനിക്ക് അടുപ്പം കൂടുതൽ. അമ്മയോടെല്ലാം പറഞ്ഞിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം കുട്ടൂസൻ ജനിച്ചപ്പോൾ അവനായിരുന്നു എൻ്റെ ലോകം. അവനോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് നിങ്ങളെ ഇഷ്ടമാണെന്ന്. എൻ്റെ അച്ഛൻ അത്ര ക്രൂരനായിട്ടുള്ള ആളൊന്നുമല്ല. എല്ലാ അച്ഛന്മാരെയും പോലെ സ്വന്തം മകളുടെ കാര്യത്തിൽ അല്പം സ്വാർത്ഥയുണ്ടെന്ന് ഒഴിച്ചാൽ അച്ഛനും പാവം തന്നെയാണ്. പെട്ടെന്ന് അച്ഛൻ നിങ്ങളെ ഇഷ്ടമാണെന്ന് ചോദിച്ചപ്പോൾ പേടിച്ചു പോയി. ഞാനത് അങ്ങനെ പറഞ്ഞ്. എനിക്ക് നിങ്ങൾ ഒരുപാട് ഇഷ്ടം നന്ദു ഇട്ട, ഒരുപാട് ഇഷ്ടം. അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി പ്രണയാർദ്രമായി അവൾ മൊഴിഞ്ഞ്. അവൾ പറഞ്ഞതിൻ്റെ ഷോക്കിൽ ഞെട്ടി നിൽക്കുകയാണ് നന്ദു. അവൾ പറഞ്ഞൊന്നും സ്വപ്നമല്ലെന്ന് മനസ്സിലായ നന്ദു കണ്ണുമിഴിച്ച് അങ്ങനെ നിന്നുപോയി ഏറെ നേരം.
സ്വഭാവത്തിലേക്ക് വന്ന അവൻ കിട്ടിയ അവസരം പാഴാക്കാതെ ഗായത്രി എടുത്ത് വട്ടം കറക്കി. ഐ ലവ് യു ഗായു, ഐ ലവ് യു ഗായു, ലവ് യു സോ മച്ച്. അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിയോടെ പറഞ്ഞവൻ അവളെയും കൊണ്ട് വട്ടം കറങ്ങുന്ന നന്ദുവിനെ കണ്ടുകൊണ്ടാണ് അകത്ത് നിന്ന് നവമിയും ഗീതയും വരുന്നത്. ടാ ചെക്ക, ആ പെൺകുച്ചിനെ താഴെ നിർത്ത്, എടാ നിർത്താൻ. ഗീത അവനെ നോക്കി ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞു. എവിടെ? അവനെയൊന്നും കേൾക്കുന്നേ ഇല്ല. ഗായത്രി പേടിയോടെ അവനെ നെഞ്ചിൽ അങ്ങനെ പറ്റിച്ചേർന്ന് കിടപ്പുണ്ട്. ഒടുവിൽ ഗീത ബലമായി അവനിൽ നിന്ന് അവളെ പിടിച്ച് താഴെ ഇറക്കി. ഈ അമ്മ മനുഷ്യരെ മനസ്സമാനായിട്ടൊന്നും പ്രേമിക്കാനും സമ്മതിക്കില്ല. പരിഭവത്തോടെ നന്ദു പറഞ്ഞു. ഇങ്ങനെയാണോടാ പ്രേമിക്കുന്നേ? ദേ അമ്മേ, എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് കേട്ടോ. നിങ്ങളുടെ മൂത്തവനെന്തേ ഈ നിൽക്കുന്ന അങ്ങയുടെ പ്രണയഭാചനവും നിങ്ങളുടെ കൺമുമ്പിൽ വെച്ചല്ലേ കട്ടക്ക് റൊമാൻസിക്കുന്നത്? അതിനൊന്നും അമ്മയ്ക്ക് കുഴപ്പമില്ലേ? ഞാൻ ഇവൾക്ക് ഉമ്മയൊന്നും കൊടുത്തില്ലല്ലോ, ഒന്നെടുത്ത് പൊക്കിയതല്ലേ ഉള്ളൂ. നന്ദുവിന്റെ സംസാരം കേട്ട് ആകെ ചമ്മി നിൽക്കുകയാണ് നവമി. അജുവിന്റെയും നവമിയുടെയും കാര്യം പോലെയാണ് നിങ്ങളുടെ ഇത്. ഇവരുടെ വിവാഹം ഉറപ്പിച്ചല്ലേ? എന്നാൽ നിങ്ങളുടെ കാര്യം അങ്ങനെയല്ല. ഗായത്രി മോളുടെ അച്ഛൻ സമ്മതിക്കാൻ തോന്നുന്നുണ്ടോ നിനക്ക്? ഗീത രണ്ടുപേരെയും മാറി മാറി നോക്കി ചോദിച്ചു. പെട്ടെന്ന് ഗായത്രിയുടെ മുഖമാണെന്ന് നന്ദു ശ്രദ്ധിച്ചു. ആര് സമ്മതിച്ചില്ലെങ്കിലും ഞാനിവിടെ കിട്ടിയിരിക്കും. ഗായത്രിയുടെ തോളിലൂടെ കൈയിട്ടുകൊണ്ട് നന്ദു ചിരിയോടെ പറഞ്ഞു. ഗായത്രിയുടെ മുഖത്ത് അപ്പോൾ ചെറിയൊരു ആശ്വാസം നിറഞ്ഞു. ദിവസങ്ങൾ കടന്നുപോയി. അജു അവന്റെ നവി അവരുടെ പ്രണയത്തിന് അതിർവരമ്പുകൾ വെക്കാതെ അങ്ങനെ ആസ്വദിച്ചുകൊണ്ടേയിരുന്നു. നന്ദു പ്രണയത്തോടെ ഗായത്രിയെ നോക്കുമ്പോൾ തന്നെ തുടങ്ങും ഗായത്രിക്ക് വിറയിൽ. അവളിൽ നിന്ന് പേരിന് പോലെ ഒരു ഉമ്മ കിട്ടാതെ നന്ദു ഇപ്പോഴും നിത്യകന്യകനായിട്ട് അങ്ങനെ പോകുന്നു. റൊമാൻസിന്റെ കാര്യത്തിൽ ഗായത്രി അല്പം പുറകിലാ കേട്ടോ. ഗായത്രിയുടെ ഈ സ്വഭാവം കൊണ്ട് നന്ദു കുറെ വട്ടം ചുറ്റുന്നുണ്ട്. ഇന്ന് അജുവിന്റെ കൂടെയാണ് നന്ദുവിന്റെ ഉറക്കം. അത് വേറൊന്നും കൊണ്ടല്ല, നവമിയുടെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട്. ആ ഒരു നന്ദുവിന്റെ മുറിയിലാണ് കിടന്നത്. ഗായു പൊന്നെ, ഒരു ഉമ്മ താടി. നാണാവുന്നുണ്ടോടി ചക്കരെ? താടി ഉമ്മ കെട്ടിപ്പിടിച്ച് ചുണ്ടത്ത്. ഉറക്കത്തിൽ അജുവിന്റെ കവിളിലും നെറ്റിലും ചുണ്ടിലൊക്കെയായി നമ്മുടെ നന്ദു തകർത്ത് ഉമ്മ വെക്കുന്നുണ്ട്. മനുഷ്യനെ ഉറങ്ങാനും സമ്മതിക്കില്ല, ശവം. നന്ദുവിന്റെ ഉമ്മക്കൾ കൊണ്ട് സഹിക്കാനാവാതെ അജു ഉറക്കച്ചടവോടെ പിറുവിറുത്തു. ഇങ്ങ പക്കത്തിൽ വാസമ്പകോ, നമുക്ക് ലിപ്ലോക്ക് അടിക്കാം. ഉറക്കത്തിൽ തന്നെ ചുണ്ടുകളെ ലക്ഷ്യമാക്കി വരുന്ന നന്ദുവിന്റെ ചുണ്ടുകൾ കണ്ട് പേടിയോടെ അജു ചാടി എഴുന്നേറ്റു. ശേഷം ഒരൊറ്റ ചവിട്ടായിരുന്നു നന്ദുവിന്റെ മുതുകിൽ. എണീറ്റ് പോടാ പട്ടി. നിലത്തെടുക്കുന്ന നന്ദുവിനെ നോക്കി അജു ദേഷ്യത്തിൽ മുരണ്ടു. അയ്യോ ഗായു, എന്നെ നിന്റെ അച്ഛൻ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി കൂമ്പിനിട്ടിടിക്കുന്നേ, അയ്യോ. താനിപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ് കിടക്കുന്നത് കരുതി നന്ദു ചാടി എഴുന്നേറ്റുകൊണ്ട് നിലവിളിക്കാൻ തുടങ്ങി. പെട്ടെന്ന് ചുറ്റും നോക്കി അവൻ കാണുന്നു കട്ടിൽ നിന്ന് തന്നെ നോക്കി ദയിപ്പിക്കുന്ന അജുവിനെയാണ്. ദൈവമേ, പെട്ട് സ്വപ്നായിരുന്നു. നോക്കുന്ന നോട്ടം കണ്ടില്ലേ, കണ്ണിൽ നിന്ന് തീയാണോ ദൈവമേ വരുന്നത്. മനുഷ്യന് സമാധാനമായിട്ട് കിടന്നുറങ്ങാൻ സമ്മതിക്കണ ദുഷ്ട. ആൾ നേരെ ചീറിക്കൊണ്ട് അജി ചോദിച്ചു. അതിന് ഞാൻ എന്ത് ചെയ്തു എന്ന എക്സ്പ്രഷനോടെ ഇരിക്കുകയാണ് നന്ദു. നോക്കടാ, നോക്ക്, നീ ഉമ്മ വെച്ച പാടുകളാ എന്റെ മുഖത്തി കാണുന്നത്. മുഖത്ത് അങ്ങിങ്ങായി ചുവന്ന് കിടക്കുന്ന പാടുകളിലേക്ക് നോക്കിക്കൊണ്ട് അജു പറഞ്ഞു. ഞാൻ ഗായുന് സ്വപ്നത്തിലൊന്നും വെച്ചതാ, ചമരോട് അജുവിനോട് പറഞ്ഞവൻ. സ്വപ്നത്തിലായതുകൊണ്ട് കുഴപ്പമില്ല, അല്ലാതെ നീ എങ്ങനെ ആ പെണ്ണിനെ പിടിച്ച് ഇത്തരത്തിൽ ഉമ്മ വെച്ചിരുന്നെങ്കിൽ അവൾ എന്നേ നിന്റെ പേരിൽ പീഡനത്തിന് പരാതി കൊടുത്തേനെ. അണപ്പല്ലിൽ നന്ദുവിനുള്ള ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അജു പറഞ്ഞു. ദേ ചേട്ടാ, നിങ്ങൾക്ക് എന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ല. നിങ്ങളും നിങ്ങളുടെ അമ്മ ഇവിടെ കാണിച്ചു വിട്ടുന്ന റൊമാൻസ് ആയിട്ട് എനിക്ക് സഹിക്കുന്നില്ല. ഞാനൊരു ഉമ്മയിലും എടുത്തുള്ളൂ, അതും സ്വപ്നത്തില്. എന്നാ നിങ്ങളോ ഉമ്മ മാത്രമാണ് അമ്മയ്ക്ക് കൊടുക്കുന്നത്. ഹോ, അവളുടെ മുഖം കാണാൻ പറയാ നിങ്ങളുടെ സ്നേഹപ്രകടനം എത്രത്തോളം ഉണ്ടെന്ന്. കാമഭ്രാന്ത്. നന്ദു പറയുന്നത് സത്യമായതുകൊണ്ട് തന്നെ പിന്നെ അജൊന്നും പറഞ്ഞില്ല. ഉമ്മ പോയിട്ടൊന്ന് തൊടാൻ പോലും സമ്മതിക്കില്ല പെണ്ണ്. അങ്ങനെയുള്ള ഞാൻ സ്വപ്നത്തിലെങ്കിലും അവൾക്കൊരു ഉമ്മ കൊടുത്ത് നിർവൃത്തി അടഞ്ഞോട്ടെ. കൈകൾ കൂപ്പിക്കൊണ്ട് നന്ദു പറയുന്നേട്ട് അജുവിന് ചിരി വന്നു പോയി. എടാ നോക്കടാ, ഇത് നമ്മുടെ ബ്യൂട്ടിക്കും രുക്കുവല്ലേ? അവളെന്താ ഇവിടെ? വിച്ചുവിന്റെ കടയുടെ മുമ്പിൽ നിന്ന് നന്ദു ഇടവഴിയിൽ നിന്ന് പരിങ്ങുന്ന രുക്കുവിനെ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് വിച്ചുവിനോടായി ചോദിച്ചു. അപ്പോഴാണ് വിച്ചു അവളെ ശ്രദ്ധിക്കുന്നത്. ശരിയാണല്ലോ, എന്തോ കള്ളലക്ഷണം ഉണ്ട് ആ മുഖത്ത്. നീ വാ നന്ദു. നന്ദുവിന്റെ കൈയും പിടിച്ച് വലിച്ചുകൊണ്ട് രുക്ക് നിന്നിരുന്ന ഇടവഴിയിലൂടെ പിന്നെയുള്ള വള്ളിച്ചെടികൾക്കിടയിൽ പതുങ്ങി നിന്ന് വിച്ചു. അപ്പോഴാണ് ഒരു കെട്ട് റോസാപ്പൂക്കളുമായി സൈക്കിളിൽ നിറങ്ങുന്ന കുട്ടൂസിനെ അവർ കാണുന്നു. അവനെ കണ്ടതും എന്താ കഥ എന്ന രീതിയിൽ വിച്ചു നന്ദു മുഖത്തോട് മുഖം നോക്കി. ഞാൻ ലേറ്റായ മോളൂസേ? ചിരിയോടെ രുക്കുവിനടുത്തേക്ക് നടന്നുകൊണ്ട് കുട്ടൂസ് ചോദിച്ചു. ഇല്ല ഡാർലിംഗ്. നാളത്തോടെ നാങ്കടിച്ചുകൊണ്ട് രുക്കു പറഞ്ഞു. ഐ ലവ് യു രുക്കു. കയ്യിലിരുന്നൊരു കെട്ട് റോസാപ്പൂക്കൾ അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് കുട്ടൂസ് പറഞ്ഞു. ഐ ലവ് യു ടു. തിരിച്ച് നാണത്തോടെ അവളും തിരിച്ചു പറഞ്ഞു. ഓഹോ, അപ്പൊ അടി കൂടി ലൈന് വലിക്കായിരുന്നു കുരിപ്പുകൾ. രണ്ടിനെയും നോക്കി പല്ലടിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു. എന്റെ പ്രേമത്തിന് പാരവച്ച മുതലാ. എന്നിട്ടിപ്പോ നോക്കി ആ പെങ്കുച്ചിന് മുമ്പിൽ ഇടിച്ചുകൊണ്ട് നിൽക്കുന്നത്. എന്നാലും രുക്കു നമ്മളോട് കള്ളം പറഞ്ഞു കൊടുക്കുമ്പോഴെനിക്ക് വിഷമം.
രുക്കുവിനെ നോക്കിക്കൊണ്ട് വിശു പറഞ്ഞു. എന്തായാലും നിന്റെ രുക്കു പണിയൊന്നു വാ, രണ്ടിനും വായ നിറച്ച് കൊടുത്തിട്ടാണ് ബാക്കി കാര്യം. വിശുവിന്റെ കൈയും പിടിച്ച് രണ്ടിന്റെ അടുത്തേക്ക് നടന്ന് നന്ദു. ഓഹോ, അപ്പൊ ഇതായിരുന്നല്ലേ രണ്ടിനെയും പരിപാടി? രുക്കുവിനെയും കുട്ടൂസിനെയും നോക്കിക്കൊണ്ട് പുച്ഛിച്ചുകൊണ്ട് നന്ദു ചോദിച്ചു. അവരവിടെ കണ്ടവർ ആദ്യം ഒന്നും ഞെട്ടിയെങ്കിലും പിന്നീട് കണ്ട ഭാഗം നടിച്ചില്ല. വല്ല കൂസലുണ്ടോ നോക്കി രണ്ടിനും. കുട്ടൂസിന്റെ കവിളിലൊന്ന് കുത്തിക്കൊണ്ട് നന്ദു പറഞ്ഞു. മര്യാദക്ക് നിന്നില്ലെങ്കിലേ കഴിഞ്ഞ ആഴ്ച താൻ എന്റെ ചേച്ചിയുടെ മുറി കയറി അവളെ പിടിച്ച് ഉമ്മോക്കാൻ ശ്രമിച്ച് ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കും. എന്താളിയാ അത് വേണോ? കുട്ടൂസൻ സീനാണ് നന്ദുവിന് മനസ്സിലായി. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ ഈശ്വരാവസ്ഥ. മതിയായില്ലടാ നിനക്ക് എന്ന മട്ടിൽ വെച്ച് നന്ദുവിനെ അടിമുടി നോക്കുന്നുണ്ട്. ചെറിയൊരു കയ്യപ്പത്ത്, നാറ്റിക്കരുത്, ഇനി ഉണ്ടാവില്ല. നന്ദു വിളിച്ചുകൊണ്ട് വിശുവിനോടായി പറഞ്ഞു. അയ്യോ, കുട്ടുമോ പിണങ്ങിയ അളിയനൊരു തമാശ പറഞ്ഞല്ലേ? അവന്റെ കയ്യിലൊന്ന് പിച്ചിക്കൊണ്ട് നന്ദു പറഞ്ഞു. അല്ല, നീ ഇവനോട് ലവ് പറഞ്ഞറിയുമ്പോ നിന്റെ ഫാൻ ബോയ്സ് പിണങ്ങില്ലൊരുക്കൂ? വിച്ച് സംശയത്തോടെ ചോദിച്ചു. അത് കുഴപ്പമില്ലെങ്കിൽ ഞാൻ എല്ലാവരോടും പറയും കുറ്റൂസിനെയാണ് ഞാൻ ലവ് ചെയ്യുന്നതെന്ന്. ആദ്യമൊക്കെ അവർക്ക് വിഷമാവും, പിന്നെ അത് ശീലായിക്കോളും അല്ലേ ഡാർലിങ്? കുട്ടൂസിന്റെ കവിളിലൊന്ന് പിച്ചിക്കൊണ്ട് രുക്കു പറഞ്ഞു. പിന്നെ അല്ലാണ്ട് അവനവൾ അനുഗമിച്ചു. എന്നാൽ താൻ ഡാർലിങ് ഉമ്മ, ഞാൻ പോട്ടെ, മാമ കാണാണ്ടായി വിഷമിക്കും. നാളത്തോടെ തന്റെ കയ്യിൽ നഖം കടിച്ചുകൊണ്ട് രുക്കു പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം കുട്ടൂസൻ അവിടെ കവിളിലൊരു ഉമ്മ കൊടുത്തു. എല്ലാം കണ്ട് പകച്ച് പണ്ടാരടങ്ങി നിൽക്കുകയാണ് നന്ദുവും വിശു. ഓക്കെ ബൈ, നാളെ കാണാവേ. അത്രയും പറഞ്ഞൊരു ഫ്ലൈയിങ് കിസ് കൊടുത്ത് രുക്ക അവിടുന്ന് പോയി. അവൾ പോയ വഴിയെ നോക്കി നാണത്തോടെ നിൽക്കുകയാണ് കുട്ടൂസ്. ഡാ കുട്ടൂസേ, നിന്റെ ചേച്ചി തന്നെയല്ലേ ആ ഗായത്രി? എട്ടും പൊട്ടും തിരിയാത്ത നീ തന്നെ ആ പീക്കിരി പൊടിന് ഉമ്മ കൊടുക്കുന്നു, പൂ കൊടുത്ത് പ്രപ്പോസ് ചെയ്യുന്നു, എന്തൊക്കെയാ ചെയ്യുന്നത്? എനിക്കിതുപോലൊരു ഉമ്മതരം നിനക്ക് നിന്റെ ചേച്ചിയോട് പറഞ്ഞാൽ എന്താടാ? ഒരു കാമുകന്റെ രോദനം നിനക്കറിയില്ലേ? നീയും എന്നെ പോലെ ഒരു കാമുകനല്ലേ? ഒരു കാമുകന്റെ വിഷമം മറ്റൊരു കാമുകനല്ലേ? മനസ്സിലാവൂ. കണ്ണുകൾ തുടക്കുന്ന പോലെ അഭിനയിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു. അയ്യടാ, ഉമ്മാക്കാൻ പറ്റിയൊരു മോന്ത, പടാ. അത്രയും പറഞ്ഞാൽ സൈക്കിളും ചവിട്ടി കുട്ടൂസം വീട്ടിലേക്ക് പാഞ്ഞു. വയറു നിറഞ്ഞോടാ? നന്ദുവിനെ തോണ്ടി വിളിച്ചുകൊണ്ട് വിച്ച് ചോദിച്ചു. തിരുപ്പതിയായി, ഇന്നത്തേക്ക് നിറഞ്ഞു, വാ പോവാ. അത്രയും പറഞ്ഞ് വിച്ചുവിനോടൊപ്പം നടന്നു അവൻ. മോളെ ഞങ്ങൾ കൊണ്ടുപോവാ, ഇനി കല്യാണം കഴിഞ്ഞിട്ട് മതി ഇവിടെ നിൽക്കുന്നൊക്കെ. ഗീതയെ നോക്കി നവമിയുടെ അച്ഛൻ ഗോപൻ ഗൗരവത്തോടെ പറഞ്ഞു. ബാഗൊക്കെ പാക്ക് ചെയ്ത് അവർക്കൊപ്പം പോകാൻ നിൽക്കുമ്പോഴാണ് മുഖം വീർപ്പിച്ചിട്ട് നിൽക്കുന്ന അജുവിനെ അവൾ കാണുന്നത്. താൻ പോകുന്നതിനുള്ള പരിഭവമാണ് ആ മുഖത്തെന്ന് അവൾക്കറിയാം. എന്തിനാ അജുവേട്ടയും മുഖം ഇങ്ങനെ കൊട്ടക്കണക്ക് വീർപ്പിച്ചു വെച്ചിരിക്കുന്നേ? വിവാഹത്തിന് ഇനി അധിക നാളൊന്നും ഇല്ലല്ലോ, പിന്നെ ഞാൻ ഇന്നിവിടെ എൻ്റെ അജുവിൻ്റെ ഒപ്പം തന്നെയല്ലേ ഉണ്ടാവുന്നേ? അവന്റെ കവിളൊരു കുത്തുവെച്ച് കൊടുത്തോണ്ട് നവമി പറഞ്ഞു. പെട്ടെന്നാണ് അവൻ അവളെ കെട്ടിപ്പിടിച്ച് അവളുടെ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടിയത്. കാണണം തോന്നിയാലേ ഞാൻ അങ്ങോട്ട് വരും, എടലോ? അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ട് അജു പറഞ്ഞു. എല്ലാം കണ്ട് ചിരിയോടെ നിൽക്കുകയാണ് ഗീതയും ഗോപനും സന്ധ്യയും ഒക്കെ. എന്നാൽ നന്ദുവിന്റെ മുഖം മാത്രം കടന്നലുത്തിയ പോലെ ഇരുന്നു. ഇത്രയും നാൾ ഇവിടെ വെച്ച് പ്രേമിച്ചിട്ടും റൊമാൻസിച്ചിട്ടും മതിയായില്ലെങ്കിൽ ഇനി അവളുടെ വീട്ടിലും കൂടി കെട്ടിയെടുക്കാതിന്റെ കുഴപ്പമേ ഉള്ളൂ. അജുവിനെ നോക്കി പുച്ഛിച്ചുകൊണ്ട് നന്ദു പറഞ്ഞു. നാളുകൾ വീണ്ടും കടന്നുപോയി. അജുവും നവമി അവരുടെ പ്രണയ നിമിഷങ്ങൾ ബീച്ചിലും സിനിമാ തിയേറ്ററിലൊക്കെ പങ്കിട്ടുകൊണ്ടിരുന്നു. എന്നാൽ നന്ദുവിനെ പേരിന് പോലും ഗായത്രി ഒന്ന് കടാക്ഷിച്ചില്ലെന്നേ. ഗായത്രിക്ക് അവൻ അടുത്തേക്ക് വരുമ്പോഴേക്കും തുടങ്ങും വിറയിൽ. തൊടാൻ പോയിട്ടൊന്ന് നേരെ ചെവ നോക്കിയിരിക്കാൻ കൂടി സമ്മതിക്കില്ല പെണ്ണവനെ. എങ്കിലും അവനവന്റെ ഗായു എന്നാൽ ജീവനാണ്. പിന്നെ നമ്മുടെ കുട്ടൂസിന് അവന്റെ രുക്കും പ്രണയിച്ച് എന്താവോ എന്തോ. ഗായുവിന്റെയും നന്ദുവിന്റെയും പ്രണയം അവളുടെ അച്ഛൻ കൈയോടെ പൊക്കി. ആദ്യമൊക്കെ അയാൾ കുറെ എതിർത്തുവെങ്കിലും മകളുടെ കരച്ചിൽ മുമ്പിൽ അയാൾക്ക് മുട്ടുമണക്കേണ്ടി വന്നു. എങ്കിലും അയാൾക്കൊരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. നന്ദു എന്ന് ഗവൺമെന്റ് ജോലി വാങ്ങുന്നോ അന്നേ തന്നെ മകളെ അവന് കൊടുക്കുകയെന്ന് അയാൾ വാശി പിടിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണെങ്കിലും ഗായത്രിക്ക് വേണ്ടി നീണ്ട 10 വർഷങ്ങൾക്ക് ശേഷം നന്ദു പ്രൈവറ്റായി പഠിച്ച് വീണ്ടും +2 പരീക്ഷ എഴുതി. നല്ല മാർക്കോടെ പാസ്സാവുകയും ചെയ്തു. ഇതിനിടയിൽ നമ്മുടെ നവമിയുടെയും അജുവിന്റെയും വിവാഹം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞ് വിവാഹം നടത്താമെന്നാണ് ആദ്യം തീരുമാനിച്ചിരുന്നെങ്കിലും അവൻ അവളില്ലാതെ ഒരു നിമിഷം പറ്റില്ലെന്ന് തോന്നിയതും തീരുമാനം മാറ്റുകയായിരുന്നു അജു. നന്ദു പറയും പോലെ പെണ്ണെ വേണ്ടെന്ന് പറഞ്ഞു നടന്നവന് ഇപ്പൊ അവന്റെ പെണ്ണില്ലാതെ ഒരു നിമിഷം പോലും പറ്റില്ലെന്ന അവസ്ഥയിലാണ്. നന്ദുവിന്റെ കഠിന പ്രയത്നത്തിലൂടെ അവന് PSC വഴി ലാസ്റ്റ് ഗ്രേഡ് സെർവന്റായും ജോലിയും കിട്ടി. ഗായത്രിയുടെ പഠിത്തം കഴിഞ്ഞ ഉടനെ അവിടെയും നന്ദുവിന്റെയും വിവാഹം കഴിഞ്ഞു. തൊട്ടടുത്ത വീട്ടിലായതുകൊണ്ട് തന്നെ അച്ഛനെയും അമ്മയും അനിയനുമൊക്കെ പിരിയുന്ന വിഷമം അവൾക്ക് ഉണ്ടായിട്ടേ ഇല്ല. റൊമാൻസിന്റെ കാര്യത്തിൽ അജുവിനെയും നവമയും കടത്തിവിട്ടിരിക്കുകയാണ് നന്ദു അവന്റെ ഗായു. അതുകൊണ്ടാണല്ലോ വിവാഹം കഴിഞ്ഞൊരു മാസം കഴിഞ്ഞപ്പോഴേയും ഗായത്രി അമ്മയാകാൻ പോകുന്നത്. അച്ഛനാകാൻ പോകുന്ന കാര്യത്തിൽ ഞാൻ നിങ്ങളെ തോൽപ്പിച്ചു അല്ലേ ചേട്ടാ എന്ന് കൂടെ നന്ദു അജുവിനെ പറഞ്ഞ് കളിയാക്കുമായിരുന്നു. വിവാഹം കഴിഞ്ഞതോടെ നന്ദു കുറച്ച് ഡീസൻ്റായി. സമയം ആർക്കു വേണ്ടിയും കാത്തിൽക്കാതെ കടന്നുപോയിക്കൊണ്ടിരുന്നു. നന്ദുവിന്റെയും ഗായത്രിയുടെയും മകനാണ് 1 വയസ്സുള്ള അദ്വൈത് എന്ന അവരുടെ ആദി. പിന്നെ 1 വർഷം കഴിഞ്ഞാണ് അജുവിനും നവമിക്കും അഗ്രിജ എന്ന അവരുടെ കല്ലുമോൾ ജനിക്കുന്നത്. കുട്ടൂസിന് അവന്റെ രുക്കു അവരുടെ ലോകത്തിൽ ഹാപ്പിയാണ്. ഗായു ഇറങ്ങിയോ? നന്ദുവേട്ടാ, ഈ കുറുമ്പനെ ഒരുക്കി ഇറക്കാൻ എനിക്ക് വയ്യ.
കട്ടിലായി കമയിൽ നീർന്ന് കളിക്കുന്ന 6 മാസം പ്രായമുള്ള അവിടെ രണ്ടാമത്തെ കുറുമ്പൻ ആരോ എന്ന ആരുവിനെ നോക്കി ഗായു വിളിച്ചു പറഞ്ഞു. അയ്യോടാ, അച്ഛന്റെ കുട്ടൻ അമ്മേനെ വിഷമിപ്പിച്ചോ? മുറിയിലേക്ക് വന്ന് കട്ടിൽ കിടന്ന് കളിക്കുന്ന കുഞ്ഞിനെ എടുത്ത് തന്റെ ഒക്കത്തായിരുത്തിക്കൊണ്ട് നന്ദു പറഞ്ഞു. ഗായത്രിയുടെ ഒക്കത്ത് അവിടെ ആദിമോനുണ്ടായിരുന്നു. കുളി കഴിഞ്ഞിറങ്ങി വന്ന നവമിയുടെ പിൻകഴുത്തിലായി മെല്ലെ ചുണ്ടുകൾ പതിപ്പിച്ചു അജു. ശേഷം അവളുടെ തലയിൽ കെട്ടിവെച്ചിരുന്ന തോർത്തെടുത്ത് അഴിച്ചു മാറ്റി തന്നെ നേരെ തിരിച്ചു നിർത്തിയവൻ. നാണത്തോടെ അവന്റെ കണ്ണുകളിലേക്ക് പ്രണയത്തോടെ നോക്കുന്ന അവളെ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്തവൻ. ശേഷം ആ മുഖമാകെ ചുംബനങ്ങൾ കൊണ്ട് മൂടി. അവന്റെ ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ കടിച്ചു നുണയാൻ തുടങ്ങി. അച്ഛൻ്റെ അമ്മയുടെ റൊമാൻസ് കണ്ട് കൈകൊട്ടി ചിരിക്കുകയാണ് അവരുടെ കുറുമ്പി കല്ലുമോള്. അച്ഛേട്ടൻ മാറിക്കേ, മോൾ ഓയിച്ചിരിക്കുന്നു. ചെറിയൊരു നാണത്തോടെ അവനിൽ നിന്ന് അകന്നുകൊണ്ട് നവമി പറഞ്ഞു. അതിനെന്താടി, നമ്മുടെ മോൾ അവിടെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം കണ്ട് തന്നെ വളരട്ടെ എന്നേ. അവൾ നോക്കി കണ്ണടച്ച് കാണിച്ചുകൊണ്ട് അജു പറഞ്ഞു. ഒന്ന് പോ മനുഷ്യ. അത്രയും പറഞ്ഞ് നവമി തന്റെ പൊന്നോമിനെ എടുത്ത് നെഞ്ചോട് ചേർത്തു. അത് കണ്ടെന്ന് അജു കല്ലുമോടെയും നവമിയുടെയും നിറകിൽ മാറി മാറി ചുംബിച്ചു. നന്ദുവിന്റെ ഒക്കത്തിരുന്ന ആരും ഗായുവിന്റെ ഒക്കത്തിരുന്ന ആദ്യം സുഖമായ ഉറക്കമാണ്. അവരെല്ലാം ഇന്നൊരു യാത്രയിലാണ്, വേറെ എങ്ങോട്ടല്ല. നമ്മുടെ വിച്ചുവിന്റെ അപർണയും വിവാഹമാണിന്ന്. പക്ക അറേഞ്ച്ഡ് മാരേജാണ് അവരുടെ. അതിന് പങ്കെടുക്കാൻ അജു, നവി, അവരുടെ കല്ലുമോളും പിന്നെ നമ്മുടെ നന്ദുവും ഗായും അവരുടെ കുറുമ്പന്മാരും ഗീതയും ഒരുങ്ങിയിറങ്ങി. എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ, സ്മൈൽ പ്ലീസ്. ഫോട്ടോക്കായി പോസ് ചെയ്ത് നിൽക്കുന്ന അവരെല്ലാവരെയും നോക്കി കുട്ടൂസം പറഞ്ഞു. എല്ലാവരും അവന്റെ കയ്യിലിരിക്കുന്ന ഫോണിലേക്ക് നോക്കി മനസ്സ് നിറഞ്ഞ് ചിരിച്ചു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക. താങ്ക് യു.